അവിടുത്തെ വേർപ്പ് ഉമ്മസരീൻ കുപ്പിയിലാക്കാൻ കാരണം പറഞ്ഞത് ഇത് സുഗന്ധമാണ് നബിയെ, സുഗന്ധമാണ്. ഒന്ന്. രണ്ടാമത്തെ കാരണമെന്താ? ഉമ്മുസ്ലീം തങ്ങൾ പറഞ്ഞ നബിയേ നിറജോ ബറക്കത്തഹോലി സുബിയാനിനാ, നബിയെ ഞങ്ങളെ കുട്ടികൾക്കൊരു രോഗം വരുമ്പോ, ഞങ്ങളെ കുട്ടികൾക്കൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോ, ഞങ്ങളെ കുട്ടികൾക്ക് വല്ല പ്രയാസവും വരുമ്പോ യാ റസൂലല്ലാഹ് ബറക്കത്താണ് നബിയേ, ബറക്കത്താ. എന്ത് ബറക്കത്ത്? വേർപ്പ്. ഞാൻ ചോദിക്കട്ടെ, സലഫികൾ ആരെങ്കിലും അസുഖം ഉണ്ടാകുമ്പോ അവരെ നേതാക്കന്മാരെ വേർപ്പ് കുപ്പിയിലാക്കാറുണ്ടോ? വേർപ്പ് കുപ്പിയിലാക്കൽ ശിർക്കാണെങ്കിൽ മുത്തുനബിയുടെ ഈ വേർപ്പ് കുപ്പിയിലാക്കി ശിർക്കാന്ന് പറയേണ്ടി വരില്ലേ? ഞങ്ങളിത് ചോദിച്ചു പേരാമ്പ്ര സംവാദത്തിൽ ഞങ്ങൾ ചോദിച്ചു. ഞങ്ങളെ ചോദ്യം കേട്ടിട്ട് മുജാഹിദിന്റെ സലഫി പണ്ഡിതൻ അനസ് മൗലവി വേർത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അനീഫ് മൗലവി വേർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞു, വേർക്കുന്ന അനീഫ് മൗലവിയുടെ വേർപ്പൊന്ന് കുപ്പിയിലാക്കിയിട്ട് തൊട്ടടുത്തുള്ള അനസ് മൗലവി നിങ്ങളൊന്ന് കഴിക്കാൻ തയ്യാറുണ്ടോ? കേൾക്കും നിങ്ങൾ ആ ചോദ്യം. എന്തേ തൊടാതിരുന്നത്? എന്തേ ഉണ്ടാതിരുന്നത്? ഞാൻ ചോദിക്കട്ടെ നസറുദ്ദീൻ റഹ്മാനി അനീഫ് കായിക്കോടിനെ വയർപ്പെടുത്തിട്ട് എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ നസറുദ്ദീൻ റഹ്മാനി അനീഫ് കായിക്കോടിനെ വയർപ്പെടുത്തിട്ട് എന്ന് പറയാൻ ധൈര്യമുണ്ടോ? സാധാരണ കഴിവാണെങ്കിൽ, മനുഷ്യ കഴിവിൽപ്പെട്ടതാണെങ്കിൽ അനീഫ ഞങ്ങളെ ചോദ്യം കേൾക്കുമ്പോ വേർക്കുന്നുണ്ട്. ഒന്ന് വാ നസറുദ്ദീൻ റഹ്മാനി, ഒന്ന് കുപ്പിയിലാക്കേ, എന്നിട്ട് മാത്രല്ല ഞങ്ങളെ കുട്ടികൾക്ക് സുഗന്ധമാണ്. ആ അനീഫാനെ ഏർപ്പെടുത്തിട്ട് തേക്കല് ഒന്ന് നിങ്ങളെ കഴിയാനൊക്കെ. അതുകൊണ്ടാണ് ഞങ്ങൾ ഹദീസ് തൊടാതിരുന്നത്. ഞങ്ങൾ 4.5 മണിക്കൂറോളം സലഫി നേതാക്കന്മാരെ ഇരുത്തി പൊരിച്ചു ചോദിച്ചു, ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? പറയാൻ കഴിഞ്ഞില്ല. എങ്ങനെ കഴിയാനാ എന്റെ പ്രിയപ്പെട്ടവരെ? ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണ്ടേ? എത്ര ഗുരുതരമാണിത്. അദൃശ്യമായ രീതിയിൽ മഹാന്റെ പൊരുത്തം ആഗ്രഹിക്കൽ ശിർക്കാണെന്ന് പറഞ്ഞ സഹാബത്തിനെ കുറിച്ച് കാഫറാന്ന് പറയേണ്ടി വരില്ലേ? ഇനി കഴിഞ്ഞില്ലല്ലോ. ഇത് ജീവിതകാലത്ത് മാത്രമല്ല, പുണ്യനബി വഫാത്തായപ്പോ സുബ്ഹാനല്ലാഹ് മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ മുത്തുനബിയുടെ ഒരു ജുബ്ബയുണ്ടായിരുന്നു, പുണ്യനബിയുടെ ഒരു ഷർട്ടുണ്ടായിരുന്നു. അത് ആയിഷ റളിയല്ലാഹു അൻഹ കൊടുത്തതാണ്, സനദ് മുത്തസിറായി കിട്ടിയതാണ്. ആ ജുബ്ബ അസ്മാ റളിയല്ലാഹു അൻഹ ആർക്കെങ്കിലും രോഗം വരുമ്പോ സുബ്ഹാനല്ലാഹ് ബക്കറ്റിൽ വെള്ളമെടുക്കുകയാണ്. ആ വെള്ളത്തിലേക്ക് കൊണ്ടുപോയി ഈ ജുബ്ബയതാ മുക്കുകയാ. എന്നിട്ട് ജുബ്ബ മുക്കിയ വെള്ളം കുടിക്കാൻ കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ് ആ വെള്ളം കുടിക്കുമ്പോഴേക്ക് രോഗം മാറുകയാണ്. അസ്മാ തങ്ങൾ പറയുകയാണ്, സഹീഹ് മുസ്ലിം ധരിക്കുന്ന ഹദീസിൽ കാണാം, അസ്മാ തങ്ങൾ പറയുന്നു, ഹാദിഹി ജുബ്ബത്തു റസൂലില്ലാഹ്, ഇത് പുണ്യനബിയുടെ ജുബ്ബയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കുപ്പായം മുക്കി, അല്ലാഹുവിന്റെ റസൂലിന്റെ ജുബ്ബ മുക്കി, അല്ലാഹുവിന്റെ റസൂലിന്റെ കമീസ മുക്കി വെള്ളം കുടിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, രോഗം മാറുകയാ. ഞങ്ങൾ അവിടുന്ന് ചോദിച്ചു, പേരാമ്പ്ര സംവാദത്തിൽ വെച്ച് ചോദിച്ചു, അല്ല മൗലവിമാരെ, നിങ്ങളെ കൂട്ടത്തിന് ആരുടെയെങ്കിലും ഒന്ന് കുപ്പായെന്ന് വെള്ളത്തിൽ മുക്കി കുടിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? സാധാരണ കടിവാണി എല്ലാരും മുക്കണല്ലോ. ആരുടെയെങ്കിലും മുക്കാൻ ധൈര്യമുണ്ടോ? വേണ്ട, പോയട്ടെ. സലഫികളിൽ മരണപ്പെട്ടു പോയ മുജാഹിദിന്റെ പൂർവ്വകാല നേതാക്കന്മാരായ AP അബ്ദുൽ ഖാദർ മൗലവിയുടെ കുപ്പായെന്ന് വെള്ളത്തിൽ മുക്കി കുടിക്കാൻ സലഫികൾക്ക് ധൈര്യമുണ്ടോ? പറയാൻ കഴിഞ്ഞില്ല, അവർക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. കേൾക്കും നിങ്ങളന്ന് ഞാൻ ചോദിക്കട്ടെ, KM മോനെ മരണപ്പെട്ടു പോയിട്ട്, വക്കമ്മോനെ മരണപ്പെട്ടു പോയിട്ട്, അതെല്ലാം കഴിഞ്ഞുപോയ ഏതെങ്കിലും മരണപ്പെട്ടു പോയിട്ട്, ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ AP അബ്ദുൽ ഖാദറിന്റെ കുപ്പായം വെള്ളത്തിൽ മുക്കിയിട്ട് കുടിക്കാൻ അനീഫ തയ്യാറുണ്ടോ? നസറുദ്ദീൻ റഹ്മാൻ തയ്യാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ഇത് നമ്മൾ അവിടുന്ന് 2.5 മണിക്കൂർ നമ്മളെ വിഷയാവതരണത്തിന് നമ്മൾ ചോദിച്ചിട്ട് മിണ്ടാൻ അവർ കഴിഞ്ഞില്ല. എന്തേ അവർക്ക് മിണ്ടാൻ കഴിയാത്തത്? ഇവരെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താറിയോ? വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടില്ല, അവർ ഹദീസ് പഠിച്ചിട്ടില്ല. 4 ഖുർആൻ പരിഭാഷയും വായിച്ചിട്ട് വരും, എന്തെങ്കിലും പറയും. ഇത് നമ്മളല്ല പറയുന്നത്, ഇപ്പൊ അവരെന്നെ പറയാൻ തുടങ്ങി. ഇവരുടെ മുജാഹിദിന്റെ വലിയ നേതാവാണ്, സലഫികളെ വലിയ നേതാവാണ് ഹുസൈൻ സലഫി.
ആ സലഫി ഇപ്പൊ പറയാൻ തുടങ്ങി, നാടിനെ പ്രസംഗിക്കാൻ തുടങ്ങി. എന്താ ഇപ്പൊ നമ്മളെ സലഫികളുടെ അവസ്ഥ, മുജാഹിദുകളുടെ അവസ്ഥ എന്താ? അവരെല്ലാം നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാ നിഷേധിക്കുന്ന ആൾക്കാർ? മുജാഹിദ് തന്നെ, സലഫികൾ തന്നെ. ഞാൻ ഇടക്കിടക്ക് മുജാഹിദ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഞങ്ങളുടെ നാട്ടില് കേരളത്തിലാകുമ്പോൾ ഇവര് സലഫി എന്ന് പറഞ്ഞാൽ തിരിയില്ല, മുജാഹിദ് എന്ന് പറയണം. ഇവിടെ വരുമ്പോൾ ഇവർ നേരം മാറിയിട്ട് സലഫി എന്ന് പറയും. രണ്ട് സാധനം ഒന്ന് തന്നെയാണ്. മുജാഹിദ് എന്ന് പറഞ്ഞാലും സലഫി എന്നാലും സാധനം തന്നെയാണ്. അപ്പോ ഹുസൈൻ സലഫി പറയാണ് മുജാഹിദുകൾ ഇപ്പൊ ഖുർആൻ നിഷേധിക്കാണ്. കാരണം എന്താ? അവർക്ക് അറിവില്ല, പരിഭാഷ പോലും ശരിക്കും പഠിക്കാത്തവരാണ്, മലയാള പരിഭാഷ പോലും മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് സലഫികൾ എന്ന് പറയുന്നത് നമ്മളല്ല, അവർ തന്നെ അവരെ കുറിച്ച് പറയുന്ന അവരുടെ വിവരക്കേടിന്റെ ആഴം മനസ്സിലാക്കാൻ ഏറ്റവും നല്ലതാണ് ഹുസൈൻ സലഫി തന്നെ ഒന്ന് പറയുന്നത്. കേൾക്കും, നിങ്ങൾ പറയട്ടെ. അമാനി മൗലവിയും അലവി മൗലവിയും അതുപോലെ തന്നെ മഹാരഥന്മാരൊക്കെ കൂടി പരിശോധിച്ച ആ ഖുർആൻ വ്യാഖ്യാനം പോലും വായിക്കാത്ത മുജാഹിദുകൾ പലപ്പോഴും പല കാര്യങ്ങളെയും പരിഹസിക്കുമ്പോൾ വേദന തോന്നുന്നു. ഇവരൊക്കെ മുജാഹിദുകളായിരുന്നുവോ? അതാ സലഫിന്റെ വേദന. സലഫ് എന്താ പറഞ്ഞത്? പലതിനെയും സലഫികൾ വിഷമിത്തോടുകൂടെ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുകയാണ്, സലഫികൾ പലതിനെയും പരിഹാസത്തോടെ കാണുകയാണ്. എന്തേ സലഫികൾക്ക് വിവരമില്ല? എന്റെ കർണാടകയിൽ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ പറയുന്നു ഞാനല്ല, പറയുന്നത് ആരാ? സലഫികളെ സൂപ്പർ പ്രഭാഷകനായ ഹുസൈൻ സലഫി പറയുകയാണ്. സലഫികളെ പ്രഭാഷണം ഇപ്പൊ കേട്ടാൽ വേദന തോന്നുകയാണ്. കാരണം സലഫികൾ എല്ലാത്തിനെയും പരിഹസിക്കുന്നവരാ. പറയട്ടെ, പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം പോലും ഒരാവർത്തി വായിച്ചിരുന്നുവെങ്കിൽ ഈ പരിഹാസത്തിന് നാക്കുപൊന്തുമായിരുന്നില്ലല്ലോ, ഇതിനെതിരെ ശബ്ദിക്കാൻ അവരുടെ കൈവങ്ങുമായിരുന്നില്ലല്ലോ. പറഞ്ഞത് ഖുർആനിന്റെ പരിഭാഷയെങ്കിലും വായിച്ചിരുന്നുവെങ്കിൽ സലഫികൾ ഈ സത്യങ്ങളെ നിഷേധിക്കുമായിരുന്നില്ല, സലഫികൾ സത്യത്തെ പരിഹസിക്കുമായിരുന്നില്ല. സലഫികളെ കുറിച്ച് സലഫികളെ പറയുന്നത് ഞങ്ങളല്ല, ഹുസൈൻ സലഫിയാ എന്ന് തോന്നിപ്പോയ ഒട്ടേറെ സമയങ്ങളില്ലേ? നിങ്ങൾക്കുമുണ്ടാകുമല്ലോ അത്തരത്തിലുള്ള പല അവസരങ്ങളും. കഴിഞ്ഞുപോയിട്ടില്ലേ? അതുകൊണ്ട് പറയാനുള്ളത്, ഇൽമാണ് ഏറ്റവും വലിയ ആയുധം. അത് പഠിക്കേണ്ടത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അറിയാത്തവൻ അവൻ അറിയാത്തതിന്റെ ശത്രു തന്നെ. നല്ലൊരു ആശയമാണ്. പണ്ടേ നമ്മുടെ ഉസ്താദുമാരൊക്കെ പറയാറില്ലേ, ഇവിടെയും ജബ്ബാർ ഉസ്താദ് പറഞ്ഞതെന്താ? പഠിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ്. ഇപ്പോ സലഫികളും പറയാൻ തുടങ്ങിപ്പോയി, അന്നാസു അഅദാഉ മാ ജഹിലൂ, മനുഷ്യന്മാരവർ അറിയാത്തതിന്റെ ശത്രുക്കൾ തന്നെ. അറബിയിലാത്ത വാക്യത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഇപ്പൊ സലഫികളും പറയുന്നു, വഹാബികൾക്ക് പഠിച്ചിട്ടില്ല, അവർ ദീൻ മനസ്സിലാക്കിയിട്ടില്ല. ദീൻ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എല്ലാ സത്യങ്ങളെയും തള്ളിപ്പറയുന്നത്. പറയട്ടെ, ഒരു പൊതുതത്വം അറബിയിൽ പറയാറുണ്ട്, അന്നാസു അഅദാഉ മാ ജഹിലൂ, ആളുകൾ അവരറിയാത്തതിന്റെ ശത്രുക്കൾ തന്നെ. അതാണ് പ്രശ്നം. അപ്പൊ എന്താ മാർഗം? പഠിക്കുക. പഠിക്കാത്തത് കൊണ്ട് സർവത്തിനെയും എതിർത്തു കളയുന്നു. അതല്ലേ സംഭവിച്ചു പോയി. ഞാൻ ഉദാഹരണം പറയാം. സലഫികളുടെ സൂപ്പർ നേതാവാണ് സക്കരിയ സലാഹി. ഈ പ്രദേശത്തുകാർക്ക് ഏറ്റവും മനസ്സിലാക്കാൻ നല്ല അദ്ദേഹത്തെ ആണ് അദ്ദേഹത്തെ പറഞ്ഞത് പറയണ്ട്. സക്കരിയ സലാഹി അടക്കമുള്ള സലഫികൾ, മുജാഹിദുകൾ ഒരു കാലത്ത് പറഞ്ഞ ആശയമാണോ ഇന്നവർ പറയുന്നത്? ഇപ്പൊ നോക്കൂ നിങ്ങൾ, 1921 മുതൽ 1998 വരെ സക്കരിയ സലാഹിയും സലഫികളും പ്രസംഗിച്ച എന്താ? അവിടെ അദൃശ്യമായ മാർഗത്തിൽ ഒരു വസ്തുവിന്റെ ഉപദ്രവം പേടിച്ചു കഴിഞ്ഞാൽ ശിർക്കാണ്. ഉദാഹരണം പറഞ്ഞ കണ്ണീർ. ഇവിടെ കണ്ണീർ എന്നല്ല പറയാ, കണ്ണീർ. കണ്ണീർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും പറഞ്ഞ, ഒരു കുട്ടി ഇവിടെ കയറി നല്ല പാട്ട് പാടാ. അപ്പൊ സദസ്സിന് ചില ആൾക്കാര് ആ എന്താ കുട്ടിയുടെ പാട്ട് കഴിഞ്ഞു. ചില ആളുകളെ നാവ് അങ്ങനെയാണ്. അല്ലാഹു റസൂൽ പറഞ്ഞല്ലേ, അൽ ഐൻ ഹഖൻ, കണ്ണീർ ഹഖാണ്. പക്ഷേ സലഫികൾ അങ്ങനെ ആലോചിച്ചു, പടച്ചോര് അതെങ്ങനെ കണ്ണീറുണ്ടോ? ഉണ്ടാവൂല. എന്തേ? കണ്ണേറ് നമ്മൾ കാണുന്നില്ലല്ലോ. ഒരു കുട്ടി പാട്ട് പാടുമ്പോൾ ഒരാൾ കല്ലെടുത്ത് തന്നെ കാണും, കണ്ണീർ കാണുമോ? സദസ്സിന് ഒരാളെങ്ങനെ പതുക്കെ പറഞ്ഞാൽ മതി, ആരും കേൾക്കണ്ട, എന്നാൽ ആ കുട്ടറ കഴിഞ്ഞു. കണ്ണീറിന് ശക്തിയുള്ള ആളുകളാണെങ്കിൽ. ഇപ്പൊ നല്ലൊരു മാവിൽ മൂച്ചിയിൽ മാങ്ങ ഉണ്ടായി, നന്നായിട്ട് മാങ്ങ അങ്ങനെ നിൽക്കുന്നുണ്ട്.
അപ്പൊ ഒരാൾ ചെന്നിട്ട് ഹാവ് എന്താ മാങ്ങ, ദേ കിടക്കുന്നു, ഒന്ന് അപ്പുറത്തൊന്ന് ഇപ്പുറത്തൊന്ന് ഗുണമുണ്ടേയിരിക്കും. പക്ഷെ സലഫികൾക്ക് ഇത് ആദ്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. അവർ നിഷേധിച്ചു, പൂർണ്ണമായി നിഷേധിച്ചു. അവർ പറഞ്ഞു അങ്ങനെ ഉണ്ടാവില്ലായിരുന്നു. സക്കരിയ സലാഹി 98 പ്രസംഗിച്ച ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹത്തിനൊക്കെ കളിയാക്കി, കണ്ണേർ സിഹറ കളിയാക്കിക്കൊണ്ട് അന്ന് പ്രസംഗിച്ചൊരു ഓഡിയോ ശബ്ദമാണ്. അദ്ദേഹം പറഞ്ഞത് നമ്മളെ കളിയാക്കാണ്, അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്ന ഒരു പ്രസംഗം നിങ്ങൾ നമ്മളെ വീട്ടിന്റെ പെരപ്പുറത്ത് ഒരു 5-6 കുമ്പളങ്ങ അല്ലെങ്കിൽ 5-6 വെള്ളരി അല്ല 5-6 മത്തൻ നിൽക്കുന്നത് കണ്ടു. അങ്ങനെ ഒരു അമോട്ടിയാക്കയിൽ എങ്ങനെയാണ് പോകുമ്പോ എന്താ സൈനവാ എന്റെ കുമ്പളങ്ങയൊക്കെ ഉഷാറായിട്ടുണ്ടല്ലോ എന്ന് അമോട്ടിയാക്ക അവിടെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോ 1 വീണ് 2 വീണ് ആകെ മത്തം മുഴുവൻ പോയി. ആ മനുഷ്യന്റെ ഒരു നാവ് എന്നിട്ട് പിന്നെ നാട്ടിലാകെ പാട്ടായി അമോട്ടിയാക്ക ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ നോക്കിക്കോളുണ്ട്. അതാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ നമ്മൾ ആളുകൾ അപ്പ എന്തെങ്കിലുമൊക്കെ ഇട്ട് മറച്ചു വെക്കും. എന്തെങ്കിലും ഒരു മപ്പനുണ്ടായാൽ അതിന്റെ മുകളിൽ പട്ടയും പാളയൊക്കെ കൊണ്ടുവന്ന് വെക്കും. എന്തിനായി കണ്ടാ വല്ലോനും പറഞ്ഞളി. അപ്പൊ നാവേറ് തട്ടും, നാവുകൊണ്ടിലേറ്, കല്ലുകൊണ്ടിലേറും വാളുകൊണ്ടിലേറും ഒക്കെ കേട്ടിട്ടുണ്ട്. നാവുകൊണ്ടിലേറോ അദ്ദേഹം കളിയാക്കുന്നുണ്ടോ? കല്ലുകൊണ്ടുള്ള ഏറും കേട്ടിട്ടുണ്ട്, വാളുകൊണ്ട് എറിയുന്നും കേട്ടിട്ടുണ്ട്, നാവുകൊണ്ട് എറിയേ അയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പറയട്ടെ അദ്ദേഹം നാവേറ്. പിന്നെ കണ്ണുകൊണ്ടിലേറുന്നതാണ് കണ്ണേറ്. ഇങ്ങനെ യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ ഹൈറും ഷെറും അള്ളാഹുവാണ് ചെയ്യുന്നത് എന്നുള്ള വിശ്വാസത്തിന് ഘടകവിരുദ്ധമാണോ? എന്തേ പറഞ്ഞത്? ഈമാൻ കാര്യത്തിൽ 6ാമത്തെ കാര്യത്തിന് വിരുദ്ധമാണത്രേ. സുബ്ഹാനല്ലാഹ്, കണ്ണേറുള്ള വിശ്വാസം. എത്ര ഗൗരവമാണ് മുസ്ലിമീങ്ങളെ പറഞ്ഞത്. കണ്ണേറിൽ വിശ്വസിക്കാൻ പാടില്ല. അദ്ദേഹം പറയുന്നു, തുടർന്ന് അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, സിഹിറിൽ വിശ്വസിക്കാൻ പാടില്ല. കണ്ണേറില്ല, സിഹിറില്ല, ഇതൊക്കെ തെറ്റാണ്. നമ്മളും പറയുന്നു സിഹിർ തെറ്റാണ്. പക്ഷേ ഒരാൾ സിഹിർ ചെയ്താലോ അത് ഫലിക്കുന്നതാണ്. ഷിബിർ പറഞ്ഞത് ഫലിക്കൂല, കണ്ണേറോ അതുണ്ടാവൂല. ഇതൊക്കെ ഒരു കാലത്ത് പച്ചയായി കളിയാക്കി കുറ്റപ്പെടുത്തി അങ്ങനെ സംഭവം തന്നെ ഇല്ല എന്ന് നാട് നീളെ പ്രസംഗിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ വിശുദ്ധ ഖുർആൻ അംഗീകരിച്ച കാര്യമല്ലേ, ഹദീസിലുള്ള കാര്യമല്ലേ. അഷ്റഫുൽ വറാ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അൽ ഐനു ഹഖുൻ, കണ്ണേർ ഹഖാൻ, വലൗ കാന ശൈഉൻ സബഖൽ ഖദർ ലസബഖതുൽ ഐൻ. അല്ലാഹുവിന്റെ തീരുമാനത്തെ അത് മാറ്റിമറിക്കാൻ, അല്ലാഹുവിന്റെ ഖദറിനെ പോലും മറിക്കാൻ കഴിവുള്ളൊരു വസ്തു ലോകത്തുണ്ടെങ്കിൽ അത് കണ്ണേറാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. കണ്ണേറുണ്ട്, ഒരു തർക്കമില്ല. സിഹിറുണ്ട്, ഒരു തർക്കമില്ല. ഇയാൾ പറഞ്ഞതോ കണ്ണേറില്ല, സിഹിറില്ല. ഇന്ന് അതേ വ്യക്തി 98 കഴിഞ്ഞപ്പോ പിന്നൊക്കെ ഒന്ന് പ്രസംഗിക്കണം. എന്താ, ഞാൻ പണ്ട് അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്, സിഹിർ ഫലിക്കൂല, കണ്ണേറില്ല. എന്റെ 2 ഓഡിയോ CD വെക്കുന്നുണ്ട്. ഓഡിയോ കാസ്റ്റുകൾ CD കിട്ടിയിട്ടില്ല. ഓഡിയോ കിട്ടുള്ളൂ, ശരിയാണ് അദ്ദേഹം പറഞ്ഞു. നമുക്ക് വീഡിയോ കിട്ടിയിട്ടില്ല. അത് എന്ന് പ്രസംഗിച്ചതാണ്? 90 ഈ സുന്നമിയുടെ ശിഷ്യനായി വളർന്നു വന്ന ഞാൻ അദ്ദേഹത്തെ കലാകഥറിനെതിരാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പൊട്ടത്തരം കഴിഞ്ഞു. 21 മുതൽ 1998 വരെ സലഫികൾ പറഞ്ഞ ആശയത്തെ കുറിച്ച് സലഫിസം എന്ത്, ഇന്നൊന്ന് നാളെ വേറൊന്ന്, മറ്റൊന്ന്, ഇത് രണ്ടുമല്ലാത്ത മറ്റൊന്ന്. ഇതാണ് സലഫിസത്തിന്റെ ആശയം. എന്താ അദ്ദേഹം പറഞ്ഞത്? പൊട്ടത്തര ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, 1990 മരിച്ചുപോയ സലഫികളുടെ അവസ്ഥ എന്താ? പൊട്ടന്മാരായി മരിച്ചു അല്ലേ? 98 തിരുത്തുന്നത്. എന്താ അദ്ദേഹം തിരുത്താൻ കാരണം? അദ്ദേഹം പറഞ്ഞു, പിന്നെ ഞാൻ പഠിച്ചത് കേട്ടോളൂ. പിന്നീട് എനിക്ക് മനസ്സിലായി, ഹദീസുകൾ പഠിച്ചു, ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനിയെ കുറിച്ച് പഠിച്ചു, അതുപോലെ അറബ് ലോകവുമായി ബന്ധപ്പെട്ട് ധാരാളം ഗ്രന്ഥങ്ങൾ ശേഖരിച്ചു. അങ്ങനെ അൽഹംദുലില്ലാഹ് നമുക്ക് മനസ്സിലായി അഹ്ലുസുന്നത്തിന്റെ മാർഗം ഏതാണ്, സലഫിയ്യത്ത് എന്താണ്. അപ്പൊ ഞാനൊക്കെ തിരുത്തി. കണ്ടോ, അങ്ങനെ അൽഹംദുലില്ലാഹ്. എങ്ങനെ അൽഹംദുലില്ലാഹ്? പിന്നെ പഠിച്ചു, പിന്നെയാണ് സുന്നത്തമായത് പഠിച്ചത്. അപ്പൊ എനിക്ക് മനസ്സിലായി, അപ്പൊ ഞാൻ തിരുത്തി. അൽഹംദുലില്ലാഹ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ തിരുത്താൻ തയ്യാറുണ്ടോ? കണ്ണേർ എത്രത്തോളം ഫലിക്കുമെന്നോ കേട്ടോ. ഇവരുടെ നേതാവായ ഇബ്നു ഖയ്യിം അൽ ജൗസിയ, ഇവർ വലിയ നേതാവായിട്ട് അംഗീകരിക്കുന്ന ആളല്ലേ. അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നു കണ്ണേറിന്റെ സംഭവങ്ങളെ കുറിച്ച്.
അദ്ദേഹം പറയുന്നു കണ്ണീർ നിഷേധിക്കലാരാ? അത് വിഡ്ഢികളാണ്, വിവരമില്ലാത്തവർ മാത്രമേ കണ്ണീർ നിഷേധിക്കുകയുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറയുന്നു കണ്ണീറുണ്ടായാൽ എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം പറയുന്നു ലബസയുക്തുബുൽ ഖുർആൻ. കണ്ണീരുണ്ടായാൽ ചെയ്യേണ്ട എന്താ? ഒരു പാത്രം എടുക്കുക, പ്ലേറ്റ് എടുക്കുക, പിഞ്ഞാണം എടുക്കുക, അതിൽ വിശുദ്ധ ഖുർആൻ എഴുതുക, എന്നിട്ടത് കഴുകുക, എന്നിട്ട് രോഗിയെ കുടിപ്പിക്കുക. ഇങ്ങനെ ചെയ്താൽ കണ്ണീർ മാറുന്നതാണ്. ബഹുമാന്യനായ ഉസ്താദ് വന്നപ്പോ തന്നെ പോകാൻ തീരുമാനിച്ചു വന്നാണ്. പിന്നെ കുറച്ചേരം ഇരുന്നു. ഇപ്പൊ കണ്ണിന് വേദനയുള്ള നമുക്കറിയാം, പ്രായമാണ്. ആരും ഉസ്താദ് പറഞ്ഞു ആരും എണീക്കരുത്, എല്ലാവരും അവിടെ തന്നെ ഇരുന്ന് സഹകരിക്കാനാണ് ഉസ്താദിന്റെ നിർദ്ദേശം. ആരും ഉസ്താദിനെ ബുദ്ധിമുട്ടിക്കുകയോ അവിടുന്ന് എണീക്കുകയോ ചെയ്തത്. നമ്മുടെ സദസ്സിലെ ആളുകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് നമ്മുടെ സംരംഭത്തിൽ ഇന്ന് അടിച്ചുകൂടിയിരിക്കുന്നത്. പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ സംഘാടകർ കുറച്ചുകൂടി കസാര ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ മുന്നിൽ വന്നിരിക്കാം, അതാർക്കും വരാം. അത് ഇന്ന വിഭാഗമൊന്നും ഇവിടെ ഇല്ല. ഇവിടെ എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറാനുള്ള സദസ്സാണ്. ആരെയും ദേഷ്യപ്പെടുത്താനോ പ്രേസിക്കാനൊന്നുമല്ല. ബേക്കിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇവിടെ മുന്നിൽ വന്ന് സുഖമായിട്ടിരുന്ന് കാണാമെന്ന് കൂടി സാന്ദർഭ്യമായിട്ടുണർത്തുന്നു. സംഘാടകർ അല്പം കൂടി കസാര ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഉപയോഗപ്പെടുത്താം. ഇബ്നു ഖയ്യിം പറയുകയാണ്, അദ്ദേഹം പറയുന്നു കണ്ണേർ ബാധിച്ചൊരാള്, ആ കണ്ണേർ ബാധിച്ച ആൾക്ക് ഒട്ടേറെ മാർഗങ്ങളുണ്ട്. അതിന് രക്ഷപ്പെടാൻ ഒരുപാട് മാർഗങ്ങളെ കൂട്ടത്തിൽ അതിലൊരു മാർഗം അദ്ദേഹം പറയുന്നുണ്ടാ? പിഞ്ഞാണം എഴുതി കുടിക്കലാണ്, പാത്രത്തിലേത് പ്ലേറ്റിലേത് കുടിക്കലാണ്. വിശുദ്ധ ഖുർആൻ പ്ലേറ്റിൽ എഴുതുക, അതിലേക്ക് വെള്ളമൊഴിക്കുക, എന്നിട്ട് പ്ലേറ്റ് ഒന്ന് കലക്കുക, എന്നിട്ട് ആ വെള്ളം കുടിച്ചാൽ ഇബ്നു ഖയ്യിം പറയുന്നു രോഗം മാറുന്നതാണ്, അതിന് വിരോധമില്ല. ഇബ്നു ഖയ്യിം നിഷേധിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അബൂ അബ്ദുല്ലാ ഹിസ്സാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ടായിരുന്നു. അന്നഹു കാന ഫീ ബഅദി അസ്ഫാരിഹി ലിൽ ഹജ്ജ്. അദ്ദേഹം ഹജ്ജിന് വേണ്ടി യാത്ര പോയിക്കൊണ്ടിരിക്കെ അലാ നാഖത്തിൻ സ്വാരിഹ, അദ്ദേഹത്തിന്റെ നല്ലൊരു ഒട്ടകപ്പുറത്താണ് അദ്ദേഹം ഹജ്ജിന് പോകുന്നത്. അപ്പൊ കൂടെ ആ കൂട്ടത്തിൽ വകാന ഫി റഫ്ഖത്തി റജുലുൻ ഐൻ, ആ കൂട്ടത്തിൽ ഒരു കണ്ണേറിന്റെ ഒരാളുണ്ടായിരുന്നു. കല്ലമാ നളറ ഇലാ ഷൈഇൻ ഇല്ലാ അച്ലഫ. അയാളെ പ്രത്യേകം എന്താ? അയാൾ എന്തിനേക്കും നേരെ നോക്കിയാൽ ആ സാധനം നശിക്കും. നല്ല ഒട്ടകാണ്, നല്ല ഒട്ടകം, ദേ കിടക്കുന്ന ഒട്ടകം, അങ്ങനെ സ്വഭാവക്കാരനാണ്. അപ്പൊ ആളുകൾ വന്നിട്ട് അബ്ദുല്ലാനോട് പറഞ്ഞു, ഈ കണ്ണീർ ഉൾക്കൊള്ളാത്ത വിശ്വസിക്കാത്ത ആളോട് പറഞ്ഞു, ആ കണ്ണേറുകാരൻ കാണണ്ട, അദ്ദേഹം കണ്ട നിന്റെ ഒട്ടകം നഷ്ടപ്പെടും, നശിച്ചു പോകും. ഉടൻ തന്നെ ഇദ്ദേഹം പറയുകയാണ്, ഇയാളൊരു സലഫി ആശയക്കാരനെ പോലെയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ലൈസ ലഹു ഇലാ നാഖത്തി സബീൽ ഇല്ല, എന്റെ ഒട്ടകത്തെ നശിപ്പിക്കാൻ ഒരു കണ്ണേറുകാരനും കഴിയില്ല. സുബ്ഹാനല്ലാഹ്, ഒട്ടകത്തെ നിർത്തി അദ്ദേഹം പോകുകയാണ്. ആരോ പോയിട്ട് കണ്ണേറ് ഫലിപ്പിക്കുന്ന വ്യക്തിയുടെ അടുക്കൽ പോയി സംഘർഷം പറഞ്ഞു. അദ്ദേഹം വരികയാണ്. അദ്ദേഹം ഒട്ടകത്തിലേക്കൊന്ന് നോക്കി, അദ്ദേഹം ഒട്ടകത്തിലേക്ക് ഇങ്ങനെ നോക്കി, ഓ നല്ലൊരു ഒട്ടകം. ഉടൻ തന്നെ ഒട്ടകം പിടച്ചുപോയി, ഒട്ടകം താഴെ വീണുപോയി. ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ കണ്ണേറ് നിഷേധിക്കുന്ന വ്യക്തി വന്ന് നോക്കുമ്പോ ആളുകൾ പറഞ്ഞുപോയി, സഹോദര അബ്ദുല്ലാ, നിന്റെ ഒട്ടകമതാ അന്നൽ ആയിന കദ് ആനഹാ, നിന്റെ ഒട്ടകത്തെ കണ്ണേറുകാരനൊന്ന് നോക്കിപ്പോയി, ഒട്ടകം വീണുപോയി. വഹിയക്കമാത്തറാ, കണ്ടില്ലേ, നിന്റെ എത്ര നല്ല ഒട്ടകമായിരുന്നു, ആരുടെ മുന്നിലും കാണിച്ചു കൊടുക്കാൻ കഴിവുള്ള ഒട്ടകമല്ലേ, ആ ഒട്ടകമതാ വീണ് കിടക്കുന്നു, രക്ഷയില്ല മോനെ, രക്ഷയില്ല. فقال دلوني عليه فدل وقف عليه وقال بسم الله عبس حابس وهجر يابس وشهاب قابس. പിന്നെ അദ്ദേഹം കണ്ണീർ രക്ഷപ്പെടാനുള്ള ദിക്ർ ചൊല്ലി, അങ്ങനെയാണ് കണ്ണീർ രക്ഷപ്പെടുന്നത്. ഇപ്പതാ അൽഹംദുലില്ലാഹ് സലഫികളും പറയാൻ തുടങ്ങി കണ്ണേറുണ്ട്. കണ്ണേറിന് നിഷേധിക്കുന്നവരൊക്കെ വിഡ്ഢികളാണ്, വിവരമില്ലാത്തവരാണ്. ഞാൻ പറയണ്ട, അത് പറയാൻ നല്ലത് ഹുസൈൻ സലഫിയാണ്.
സലഫി പറയാണ് ആര്? ഇന്നലകളിൽ കണ്ണേറിനെ എതിർത്ത ആളുകൾ ഇപ്പോൾ പറയുന്നു കണ്ണേറുണ്ട്. കണ്ണേർ നിഷേധിക്കുന്നവർ വിവരമില്ലാത്തവരാണ് പറയുന്നു. കേൾക്കും നിങ്ങൾ? അതേ മഹാനായ അമാനി മൗലവിയതാ ഇതിനെയൊക്കെ നിഷേധിക്കുന്ന ആളുകളെ കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ ഒരു വാചകം എടുത്തുദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് എത്ര സത്യം. ഇതിനെ നിഷേധിക്കുന്ന ആളുകളെ, ഇതൊക്കെ മൗഢ്യമാണെന്ന് പറയുന്നവരെ, ഇതൊക്കെ എതിർക്കുന്ന ഹദീസ് നിഷേധികളെ, ഒന്നാലോചിക്കും. മൗലവി എന്താ പറയുന്നത്? ബുദ്ധി കൊണ്ടും അറിവുകൊണ്ടും വളരെയൊന്നും അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലാത്ത ചില ആളുകൾ കണ്ണേറ് നിഷേധിക്കുന്നുണ്ട്. കണ്ണേറ് നിഷേധിക്കുന്നവർക്ക് മൗലവി കൊടുത്ത ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാ? ബുദ്ധിയില്ല. ഒന്ന്, കണ്ണേർ നിഷേധിക്കുന്ന സലഫികൾക്ക് ബുദ്ധിയില്ല, അറിവുമില്ല. രണ്ട്, അറിവുമില്ല. ആരാ പറയുന്നത്? നമ്മളല്ല. ഇന്നരകളിൽ ഇതിനൊക്കെ പച്ചയായി എതിർത്ത ആളുകൾ ഇന്നവർ പരസ്പരം പറയുന്നു കണ്ണേർ എതിർക്കുന്നവർക്ക് ബുദ്ധിയില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ്. പറയട്ടെ, വെറും ഊഹാപോഹമാണെന്നാണ് അവര് പറയുന്നത്. അവര് പറയുന്നതൊക്കെ ഊഹാപോഹമാണെന്നാണ്. ഇനി കേട്ടോ, ബുദ്ധിയും അനുഭവജ്ഞാനവും മതപരമായ അറിവും കുറഞ്ഞ മൂഢന്മാരും ആരാണ് നിഷേധിക്കുന്നത്? ബുദ്ധിയും അനുഭവജ്ഞാനവും മതപരമായ അറിവും കുറഞ്ഞ മൂഢന്മാരും മൂഢധാരണകളുടെ കത്തിയേറിയ മറക്കകത്ത് കഴിയുന്നവരും അതേസമയം തൊലിക്കട്ടി കൂടിയവരുമാണവർ. ആരാ പറഞ്ഞത്? അമാനി മൗലവി. ഇതിനൊക്കെ നിഷേധിക്കുന്നവർക്ക് തൊലിക്കട്ടി, ഭയങ്കര തൊലിക്കട്ടി വേണം. ഒന്ന് അളന്നു നോക്കണം സലഫികളെ തൊലിക്കട്ടി. നമ്മൾ പറയണല്ലോ. എന്തേ പറഞ്ഞ് കണ്ണേറ് ഇല്ലെന്ന് പറയുന്ന ആളുകളുടെ തൊലിക്കട്ടി അപാരമാണ്. ഇത് പണ്ടേ നമ്മൾ പറഞ്ഞു. പക്ഷേ നമ്മൾ ഇങ്ങനെയൊന്നും പറഞ്ഞില്ല, മാന്യമായി പറഞ്ഞു കൂട്ടരെ. ഇതൊക്കെ ഹദീസിലുള്ളതാണ്, വിശുദ്ധമായ പുണ്യനബി പഠിപ്പിച്ചതാണ്, സഹാബത്ത് പഠിപ്പിച്ചതാണ്, താബിഈങ്ങൾ പഠിപ്പിച്ചതാണ്, സാത്വികരായ പൂർവികരായ നല്ലവരായ ആളുകൾ പഠിപ്പിച്ചതാണ്. അന്ന് നമ്മൾ പറഞ്ഞപ്പോൾ കൊള്ളാൻ കഴിഞ്ഞില്ല. ഇപ്പൊ അൽഹംദുലില്ലാഹ് സലഫികളും നമ്മൾ പറഞ്ഞതിനേക്കാൾ ഏറെ പറയുന്നു എന്ന് മാത്രമല്ല, ഇപ്പൊ ഹുസൈൻ സലഫി തന്നെ പറയുകയാണ്, കണ്ണേർന്ന് രക്ഷപ്പെടാൻ ദിക്റുകൾ ചൊല്ലിയേ പറ്റൂ, മന്ത്രങ്ങൾ ചൊല്ലിയേ പറ്റൂ. ഏതാ ദിക്റെന്നറിയുമോ? നിങ്ങൾ പട്ടിക്കാട് ജാമിഅ അറബിക് കോളേജിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ലേ? ചെറുശ്ശേരി ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ടില്ലേ? ഉസ്താദ് എപ്പോൾ പ്രസംഗം തുടങ്ങുമ്പോൾ ചൊല്ലുന്നൊരു ദിക്ർ കേട്ടിട്ടില്ലേ? വമിൻ കുല്ലി ഐനില്ല. അന്ന് ഉസ്താദ് ചൊല്ലുമ്പോ കളിയാക്കിയ ആളുകൾ, സുന്നികളൊക്കെ പുരോഹിതന്മാരെന്ന് പറഞ്ഞ ആളുകൾ, സുന്നികളൊക്കെ യാഥാസ്ഥികരെന്ന് വിളിച്ച ആളുകൾ ഇപ്പൊ അൽഹംദുലില്ലാഹ് അവരും പറയുന്നു കണ്ണേറിന് രക്ഷപ്പെടാൻ ഈ ദിക്റുകൾ ചൊല്ലേണ്ടതാണ്. പറയട്ടെ, എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് വേണ്ടി എല്ലാവിധ ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ അള്ളാനോട് കാവൽ ചോദിക്കുന്നു. എല്ലാ ഇഴജന്തുക്കളുടെയും വിഷജീവികളുടെയും ശർറിൽ നിന്ന് അള്ളാനോട് കാവൽ ചോദിക്കുന്നു. എല്ലാ ദോഷമുള്ള ആക്ഷേപകാരിയായ കണ്ണിന്റെ ശർറിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. മഹാനായ അഷ്റഫുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരമക്കൾക്ക് വേണ്ടി നടത്തിയ ദുആ നടത്തിയിട്ട് പറഞ്ഞു, മക്കളെ, ഇത് ഞാൻ മാത്രം പറയുന്നൊരു ദുആയല്ല. നമ്മുടെ പൂർവീകനായ ഇബ്രാഹിം അലൈഹിസ്സലാം, അതേ അവിടുത്തെ രണ്ട് പൊന്നോമന മക്കളായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനും ഇതേ ദുആ കൊണ്ട് ദുആ നടത്തിയിട്ടുണ്ട്, കാവൽ ചോദിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ അതിൽ ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് കാവൽ തേടുന്നു, ദുഷ്ടജന്തുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് കാവൽ തേടുന്നു, വിഷജീവികളുടെ ഉപദ്രവത്തിൽ നിന്ന് കാവൽ തേടുന്നു, ആക്ഷേപകാരിയായ കണ്ണുകൊണ്ടുണ്ടാകുന്ന ഉപദ്രവത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. പറയൂ, കണ്ണേറ് കൊണ്ട് എന്തെങ്കിലും ബാധിക്കുമെന്ന് പറഞ്ഞാൽ അത് അള്ളാന്റെ വിധിപ്രകാരം അങ്ങനെ സംഭവിക്കുമെന്ന് വന്നാൽ അത് ശിർക്കാണെന്ന് പറയുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്ക് പ്രകടിപ്പിച്ചുവോ? ഓ സലഫി, ഞങ്ങൾ എത്ര കാലമായി ഇത് ചോദിക്കുന്നു. നമ്മൾ എത്ര കാലം മുമ്പ് ചോദിച്ചൊരു ചോദ്യമാണ്.
കണ്ണേറ് ഫലിക്കുമെന്ന് പറഞ്ഞാൽ അത് ശിർക്കാണെന്ന് പറഞ്ഞാൽ 921 നിങ്ങളെ വാദം അങ്ങനെയല്ലേ? 1950കളിൽ സലഫികളെ നിങ്ങൾ സമൂഹത്തിനോട് പറഞ്ഞതല്ലേ? 1998 സലഫികളെ നിങ്ങളെ സൂപ്പർ നേതാവായ ഡോക്ടർ കെ സക്കരിയ സലാഹി പ്രസംഗിച്ചത് കണ്ണേറിലെ വിശ്വാസം അത് നിയമവിരുദ്ധമാണ്, ശിർക്കാണ്. അന്ന് നമ്മൾ ചോദിച്ചു, എങ്കിൽ സലാഹി മുത്തുനബി മുശ്രിക്കാണോ? അന്ന് നമ്മൾ ചോദിച്ചപ്പോ നമ്മെ കളിയാക്കിയ ആളുകള്, നമ്മെ കുറ്റപ്പെടുത്തിയ ആളുകൾ ഇപ്പൊ അവരും പറയുന്നു അല്ലാഹു റസൂൽ മുശ്രിക്കാണോ? അന്ന് നമ്മൾ ഒന്നുകൂടി ചോദിച്ചു, ഈ ഹദീസ് ഉദ്ധരിച്ച് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ശിർക്ക് പ്രചരിപ്പിച്ചുവോ? ഇപ്പൊ സലഫിയും അത് ചോദിക്കട്ടെ. അത് ഉദ്ധരിച്ച ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് തന്റെ കിതാബിൽ ശിർക്ക് പ്രചരിപ്പിച്ചുവോ? സലഫികളെ, ഏതാണ് ശരി, ഏതാണ് തെറ്റ്? ഞങ്ങൾ പണ്ടേ പറഞ്ഞു പോരുന്നു, നിങ്ങൾ പണ്ടേ നിഷേധിച്ചു പോന്നു, ഇപ്പോൾ നിങ്ങൾ ശരിയെന്ന് പറയുന്നു. അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ പതിറ്റാണ്ടുകൾ പിന്നിടേണ്ടി വന്നു, വർഷങ്ങൾ കഴിയേണ്ടി വന്നു. ഞങ്ങൾക്കതിന്റെ ആവശ്യം വന്നില്ല. എന്തുകൊണ്ട്? ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാന്മാർ അവർ സ്വാലിഹീങ്ങളാണ്, അറിവുള്ളവരാണ്, അല്ലാഹുവിനെ കുറിച്ച് പേടിയുള്ളവരാണ്. നിങ്ങളുടെ നേതാക്കന്മാരോ അറിവില്ലാത്തവരാണ്, ചപ്പ് ചവറുകളാണ്. ഞാൻ പറഞ്ഞു എന്ന് പറയണ്ട, ഞാൻ ആക്ഷേപിച്ചു എന്ന് പറയണ്ട. സക്കരിയ സലാഹി തന്നെ പറയുന്നത് കേട്ടോ. മുജാഹിദിന്റെ നേതാക്കന്മാരെ കുറിച്ച്, സലഫി പണ്ഡിതന്മാരെ കുറിച്ച് അദ്ദേഹം പറയുന്നു, ഒന്നിനും പറ്റാത്തവരാണ്. ഓ മുസ്ലിമീങ്ങളെ, എന്തിനാണ് നമ്മൾ ഇവരെ പിന്നാലെ കൂടുന്നത്? വിവരമില്ലാത്ത, അള്ളാഹിനെ കുറിച്ച് പേടിയില്ലാത്ത, അല്ലാഹ് എന്ന ചിന്തയില്ലാത്ത ഈ വിഭാഗത്തിന്റെ പിന്നാലെ നമ്മൾ എന്തിനു പോകണം? അൽഹംദുലില്ലാഹ്, ജബ്ബാർ ഉസ്താദിനെ പോലെയുള്ള, ശംസുല്ലമയെ പോലെയുള്ള, കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള വലിയ മഹാരഥന്മാർ നമുക്കുണ്ടാകുമ്പോ അവിടെ നിൽക്കലല്ലേ മുസ്ലിമീങ്ങളെ ബുദ്ധി? അവിടെ നിൽക്കലല്ലേ പരലോക നന്മക്ക്, പരലോക രക്ഷയ്ക്ക് നമുക്ക് നല്ലത്? അതല്ലേ ഖുർആൻ നമ്മോട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. ഈ സക്കരിയ സലാഹി പറയുന്നത് കേട്ടോളൂ, സലഫികൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് പറയട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മളെ കണ്ടിട്ട് ആരെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നുണ്ടോ? മുജാഹിദുകളായി നാട്ടിൽ അറിയപ്പെടുന്ന ആളുകൾ, KNM-ന്റെ ISM-ന്റെ ആളുകൾ, അവരെ ജീവിത വിശുദ്ധി കണ്ടിട്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് വളരെ കുറച്ച് മാത്രമാണ്. കാരണം എന്താ അറിയോ? മുമ്പ് മുജാഹിദുകൾ വളരെ കുറച്ചുണ്ടായിരുന്നില്ല, അന്ന് അതിന്റേതായ ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആള് കൂടിയപ്പോ എന്ത് സംഭവിച്ചിട്ട് ക്വാളിറ്റി കുറഞ്ഞു. ക്വാളിറ്റി കുറഞ്ഞ ചപ്പും ചവറിലേക്ക് സമസ്തക്ക് വേണ്ടാത്ത ചപ്പും ചവറൊക്കെ അങ്ങോട്ട് പോയി കേട്ടോ. പ്രത്യേകിച്ച് ഒരു പഠനമോ അല്ലെങ്കിൽ അന്വേഷണമോ നടത്താതെ കുറെ ആളുകൾ ഇതിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറി വന്നു. ശരിയാണ്, ഒന്നും പഠിക്കണമെന്നില്ല. ഒരാൾക്കാർ അവിടെ പോയി വല്ലതും കിട്ടും. അവിടെ പോയ വിസയില്ലാത്തവർക്ക് വിസ കിട്ടും, വാഹനമില്ലാതെ ജോലിയില്ലാതെ നടക്കുന്നവർക്ക് ഓട്ടോറിക്ഷ കിട്ടും, ബാങ്കിൽ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് കടം എഴുതിത്തള്ളാൻ സഹായിക്കും. അങ്ങനെ താൽക്കാലിക ലാഭം കണ്ടിട്ട് കുറെ ആളുകൾ സലഫികളിലേക്ക് കയറിക്കൂടി. വിവരമൊന്നുമില്ല. പറയട്ടെ, ഓനൊക്കെ പ്രസിഡന്റും സെക്രട്ടറിയും മേഖലാ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി സംസ്ഥാനത്തിൽ വരെ എത്തി. ആരെ? ഈ വിവരമില്ലാത്ത ചപ്പ് ചവറാണ് സംസ്ഥാന നേതൃപദവിയിൽ പോലും ഭരിക്കുന്നത്. പറയട്ടെ, പ്രത്യേകിച്ച് സംഘടന പുലർന്ന സന്ദർഭത്തിൽ നമുക്കറിയാം, KNM-നെ അനുകൂലിക്കുന്ന ഒരു കല്ലിത്തറിയാണ് നാട്ടിലെങ്കിലും ഓനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ. കാരണം എന്താ, ആരുമില്ലല്ലോ അവിടെ. ഇല്ലല്ലോ, ആരുമില്ല. ആകെ നാട്ടിൽ 2 3 അവരുണ്ടാകാം. ഇവർ 8 ഗ്രൂപ്പായി എന്താട്ടാ? ആകെ 4 ഉണ്ടാകാം. ഇവരിപ്പോ 8 ഗ്രൂപ്പാ. അപ്പൊ പിന്നെ എന്താ മാർഗം? മുജാഹിദ് ഉണ്ടാക്കാൻ നാട്ടില് സമസ്തക്ക് വേണ്ടാത്ത, സുന്നത്തമാത്തിന് വേണ്ടാതെ അങ്ങനെ അരഞ്ഞു നടക്കും. ഇവിടെ എന്തിന് ഇട്ട് വാങ്ങ്, എന്തിന് ഇവിടെ വന്ന് പ്രസിഡന്റ് ആയിക്കോട്ടെ. പിന്നെന്താ? പൈസ കിട്ടും, അരിയും കിട്ടും, ഇറച്ചിയും കിട്ടും. എന്നാ ഞാനുണ്ട്. ഓമിന് പ്രസിഡന്റായി, ഓമിന് മേഖല പ്രസിഡന്റായി, സംസ്ഥാന സെക്രട്ടറി ആയി. ഞാൻ പറയല്ല, കേട്ടോളൂ, അദ്ദേഹം പറയട്ടെ. ഒരാളെങ്കിലും ഉണ്ടാകട്ടോ, അത്ര ഗുണമുള്ളവനൊന്നല്ല, എന്നാലും KNM-നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചപ്പെങ്കിൽ ചപ്പ്. ഒരു ചപ്പെങ്കിൽ ചപ്പ്.
ആർക്കും വേണ്ടാത്ത സാധനാണ്. എന്നാലും വേണ്ടില്ല, കേരള സപ്പോർട്ടിനാണല്ലേ, ഇരിക്കട്ടെ. എന്നിട്ടോ എന്ന നിലയ്ക്ക് പിന്നെ മാനേജ്മെന്റ് കോട്ടയിൽ സംഘടനയിൽ മേഖലാ സെക്രട്ടറിയും ജില്ലയും മേഖലയും ജില്ലയും നേരിട്ട് സംസ്ഥാനത്തൊക്കെ ഉണ്ട്. എന്തിനാണ് മുസ്ലിമീങ്ങളെ ഇതിന്റെ പിന്നാലെ നമ്മൾ പോകുന്നത്? എന്നാൽ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടത്തിൽ പറയട്ടെ. നമ്മുടെ ആലിമീങ്ങൾ കണ്ടോ എത്ര നല്ലവരാ. കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് കേട്ടിട്ടില്ലേ നിങ്ങള്? ശംസുൽ ഉലമയെ കുറിച്ച് കേട്ടിട്ടില്ലേ നിങ്ങള്? എന്താണ് കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിത വിശുദ്ധി? അൽഹംദുലില്ലാഹ്, നമ്മളല്ലോ അവർ പോലും പറയുന്നത് കേട്ടിട്ടില്ലേ? സമസ്തന്റെ ആലിമീങ്ങൾ എത്ര നല്ലവരാ. സമസ്തന്റെ ആലിമീങ്ങളെ കുറിച്ച് അവർ പോലും പറയുന്നു. ഇന്ന് കേരളത്തിൽ വിവരമുള്ളത്, അറിവുള്ളത്, പടച്ചവനെ പേടിയുള്ളത്, വറഉള്ളത്, സൂക്ഷ്മതയുള്ളത് ആർക്കാ? സമസ്തന്റെ ആലിമീങ്ങൾക്കാ. അല്ലേ? എന്തൊരു സൂക്ഷ്മതയാണ് കണ്ണിയത്ത് ഉസ്താദിന്. കണ്ണിയത്ത് ഉസ്താദിനെ കാണാൻ പോയില്ലേ? രോഗശയ്യയിൽ കിടക്കുമ്പോഴല്ലേ കാണാൻ ചെല്ലുന്നത്? രോഗത്തിൽ കിടക്കുന്ന കണ്ണിയത്ത് ഉസ്താദിനെ സമാധാനിപ്പിക്കാൻ നമ്മുടെ അഭിമന്യ നേതാവ് പട്ടിക്കാട് ജാമിയാനൂർ അറബി കോളേജിന്റെ കരുത്തനായ പ്രിൻസിപ്പൽ ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദിന്റെ സഹോദരൻ മുഹമ്മദ് ഫൈസി ചെന്നപ്പോ ഉസ്താദിന്റെ കയ്യിലതാ 1000 രൂപ കൊടുക്കുകയാണ്. ഉസ്താദിന് മരുന്ന് വാങ്ങേണ്ടി വരുമല്ലോ, ഉസ്താദിന് പല ആവശ്യങ്ങളും ഉണ്ടാകുമല്ലോ എന്ന ചിന്തയോട് 1000 രൂപ കൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ് 1000 കിട്ടിയപ്പോ കിട്ടിയല്ലോ ചിന്തയോടെ എടുത്തു വെക്കാതെ കണ്ണിയത്ത് ഉസ്താദ് ചോദിക്കുന്നു, മോനെ ഈ 1000 എവിടുന്നാ? ഇത് ആരിക്കാണ്, എവിടുന്നാണ്? മുഹമ്മദ് ഫൈസിന്റെ മറുപടി, ഉസ്താദേ തങ്ങൾക്കുള്ളതാണ്. എവിടുന്ന് കിട്ടിയതാണ് നിനക്ക് ഈ 1000? മുഹമ്മദ് ഫൈസിന്റെ മറുപടി, ഉസ്താദ് എനിക്കിപ്പോൾ കച്ചവടങ്ങളൊക്കെ ഉണ്ട്, ആ കച്ചവടത്തിൽ നിന്ന് കിട്ടിയതാണ്. ഉടൻ തന്നെ ചോദ്യം, എന്ത് കച്ചവടമാണ് നടത്തുന്നത്? സുബ്ഹാനല്ലാഹ്, ഹറാമായ വല്ല ബിസിനസ്സുമുണ്ടോ? എങ്കിലെനിക്കിത് വേണ്ട. പറയാൻ കഴിയുമോ മുസ്ലിമേ? ഒരു കാശ് കൊടുക്കുമ്പോ അതെവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുന്നൊരു മഹാനെ ചൂണ്ടിക്കാൻ കഴിയുമോ? സലഫി നിങ്ങളെ കൂട്ടത്തിൽ കണ്ണിയത്ത് ഉസ്താദ് പറയുന്നു, എനിക്കത് വേണ്ട. എവിടുന്ന് കിട്ടി പറയണം. മുഹമ്മദ് ഫൈസി പറഞ്ഞു കൊടുക്കുന്നു, ഉസ്താദ് ഗൾഫിലെ കടയാണ്, എനിക്ക് ടെക്സ്റ്റൈൽസ് ഉണ്ട് ഉസ്താദേ, അതിന് കിട്ടുന്ന ലാഭവിഹിതത്തിൽ നിന്നാണ്, അതങ്ങക്ക് ഞാൻ പൊരുത്തപ്പെട്ട് തന്നതാ. ഉടൻ തന്നെ അടുത്ത ചോദ്യം വരുന്നു, ഇത് ഞാൻ എന്തിനാണ് ഉപയോഗിക്കേണ്ടത്? സുബ്ഹാനല്ലാഹ്, ഇന്ന് കിട്ടിയത് പലതിനും ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. പലതിന്റെയും പേര് പറഞ്ഞ് പിരിച്ചിട്ട് വേറെ ചിലതിന് ഉപയോഗിക്കുന്ന കാലഘട്ടമാണല്ലോ. മഅദല്ലാഹ്, അല്ലാഹുവേ ഞങ്ങളെ രക്ഷിക്കണേ അല്ലാ, കാത്തു രക്ഷിക്കണേ അല്ലാ. കണ്ണിയത്ത് ഉസ്താദ് ചോദിക്കുന്നു, എന്തിനുള്ളതാണ്? ഉടൻ തന്നെ പറയുന്നു, ഉസ്താദ് രോഗത്തിലാണല്ലോ, രോഗത്തിലാകുമ്പോ മരുന്ന് വാങ്ങാനാണ്. ഉടൻ തന്നെ കണ്ണിയത്ത് ഉസ്താദ് മക്കളെ വിളിച്ചിട്ട് പറയുന്നു, ഈ 1000 രൂപ മരുന്ന് വാങ്ങാൻ മാത്രമേ ഉപയോഗിക്കാവൂ. പറയാൻ കഴിയോ? അങ്ങനെ ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ സലഫികൾക്ക് കഴിയുമോ? അതുകൊണ്ട് തന്നെ സലഫി പണ്ഡിതൻ പറയുന്നു, കേരളത്തിൽ പടച്ചോനെ കുറിച്ച് പേടിയുള്ള, വറഉള്ള, സൂക്ഷ്മതയുള്ള ആലിമീങ്ങളുള്ളത് സമസ്തയിലാണ്. കേട്ടോളൂ. നമ്മൾ പണ്ഡിതന്മാരായ ആളുകൾ, നമ്മൾ മറുപക്ഷം ധരിക്കുന്ന പണ്ഡിതന്മാരായ ആളുകള് അതില് കേരളത്തില് അത്യാവശ്യം തഹഖീഖുള്ള പണ്ഡിതന്മാരുള്ളത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ തന്നെ. അൽഹംദുലില്ലാഹ്. എന്താ പറഞ്ഞത്? അത്യാവശ്യം തഹഖീഖുള്ള പണ്ഡിതന്മാരുള്ളത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ തന്നെയാണ്. അടുത്ത് കിരിച്ച പറഞ്ഞത് ഞാൻ സംശയം വേണ്ടാച്ചിട്ട് ഇനി ഒന്നുകൂടി അല്ല പറയട്ടെ. നല്ല ഭയഭക്തിയുള്ള പണ്ഡിതന്മാർ സമസ്തയിലുണ്ട്. കേട്ടോളി, ഇത് നല്ല വറ പടച്ചോനെ പേടിയുള്ളത്. അപ്പുറത്തെന്താ ഉള്ളതെന്ന് സക്കറിയ സലാഹി പറഞ്ഞത്? ചപ്പ് ചവറ്. ഇപ്പുറത്തെന്താ ഉള്ളത്? നല്ല വറ ഉള്ള പണ്ഡിതന്മാർ. നമ്മൾ എവിടെ നിൽക്കണം എന്ന് ആലോചിക്കാം. എന്തിനാണ് മുസ്ലിമീങ്ങളെ ഈ നല്ലവരെ കിട്ടുമ്പോ ഇതിന്റെ പിന്നാരെന്ന് മാറി ചിന്തിക്കുന്നത്? എന്തിനാ? അവർ തന്നെ തുറന്നു പറയുന്നു, നല്ലവരുള്ളത്, അറിവുള്ളവർ, സൂക്ഷ്മതയുള്ളവർക്ക് സമസ്തന്റെ കൂടെയാണ്.
ഇനി ഇവർക്കൊരു ആദർശ പ്രതിബദ്ധതയുണ്ടോ? അതുമുള്ള ചിന്തിക്കുക. അറിവില്ല, പടച്ചോനെ പേടിയില്ല, ഇനി ആദർശ പ്രതിബദ്ധതയുണ്ടോ? ഇപ്പൊ ഇവരെ നിസ്കാരങ്ങൾ കണ്ടിട്ടില്ലേ? പണ്ടൊക്കെ ഇവരെങ്ങനെ ഏറ്റിരുന്ന അല്ലാഹു അക്ബർ, ഇപ്പോഴോ ഇപ്പൊ എങ്ങനെയായി? ആദ്യം ഇറക്കിയിട്ട് ഇപ്പൊ കുളത്തിയും കൊണ്ടായി. ഇപ്പൊ അവിടുന്നും പോകുന്നു. ഇപ്പൊ അതിലൊന്നും താല്പര്യമില്ല. കൈ എങ്ങനെയൊക്കെ കെട്ടുന്നത്, കെട്ടുന്നവർക്കും നോട്ടല്ല, ഇത് പറഞ്ഞു കൊടുക്കുന്നവർക്കും നോട്ടല്ല, എന്തെല്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വെറുതെ പറയുള്ളതൊന്നും, ഇതൊക്കെ അവരുടെ നേതാക്കന്മാർ തന്നെ ഇപ്പൊ തുറന്നു പറയാണ്. നമ്മളെക്കുറിച്ച് ഇവരെന്തൊക്കെയാ പറഞ്ഞത്? ഇപ്പൊ ഇവരുടെ ഏറ്റവും പുതിയൊരു പുസ്തകമാണ് എന്റെ കയ്യിൽ കാണുന്നത്. ഈ പുസ്തകത്തിൽ പറയുന്നത് അറിയോ? സുന്നികൾ കാഫറ എന്ന് പറഞ്ഞിട്ട് പറയുന്നു, സുന്നികളെ പിന്നാലെ നിസ്കരിച്ച നിസ്കാരം പോലും സഹിയാകൂല. ഇത്ര ഗുരുതരമാണിത്. നമ്മൾ കാഫറാണ്, നമ്മൾ പിന്നാലെ നിസ്കരിച്ച് നിസ്കാരം സഹിയാകൂല എന്ന് പറഞ്ഞ് കൈകെട്ടുന്ന ആളുകൾ, അവരുടെ കയ്യിന്റെ അവസ്ഥ ഇപ്പൊ എന്താ? കേട്ടോളൂ, സക്കരിയ സലാഹി തന്നെ പറയട്ടെ അവരുടെ കയ്യിന്റെ അവസ്ഥ എന്താണ്. ഈ നിസ്കരിക്കാനോ നിന്നാലോ 35 കൊല്ലം കഴിഞ്ഞാൽ ഈ പള്ളി നിസ്കരിക്കുന്നവരോട് നിൽക്കാരം നോക്കണങ്ങൾ ഇങ്ങനെ പേപ്പിട്ട് നോക്കിയിട്ട് മൂലി മൂത്രം കുടിച്ചാൽ ഇങ്ങനെ. മുജാഹിദ് പള്ളിക്കത്തെ 35 കൊല്ലത്തെ ഇമാമിനെ നിർത്തങ്ങനെയാണ്. ഞാൻ ആ വാക്കുദ്ധരിക്കുന്നില്ല, നമ്മുടെ മാന്യത കൊണ്ട്. കാരണം ഇത് എസ്കേസിന്റെ സദസ്സാണ്, നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. നമുക്കൊരു മാന്യത ഉണ്ടല്ലോ. വേണമെങ്കിൽ അയാൾ ഒന്നുകൂടി പറഞ്ഞോട്ടെ, ഞാൻ പറയണില്ല. 35 കൊല്ലം കഴിഞ്ഞാൽ ഈ പള്ളി നിസ്കരിക്കുന്നവരോട് നിൽക്കാരം നോക്കണങ്ങൾ ഇങ്ങനെ പേപ്പിട്ട് നോക്കിയിട്ട് മൂലി മൂത്രം കുടിച്ചാൽ ഇങ്ങനെ. എന്താണ് ഈ പറയണത്? എവിടേക്ക് എത്തി ഇവരെ പോക്ക്? ഇനി കൈകെട്ടലോ? കൈകെട്ടുന്ന വിഷയത്തിൽ സംവാദം നടത്തിയ ആൾക്കാരാണ് ഇവര്. ഇപ്പോഴോ അല്ലാഹു അക്ബർ, അതിലൊന്നും ഒരു വിഷുപ്പ് അവർക്കില്ല. ഞാൻ പറയല്ല, അദ്ദേഹം തന്നെ പറയട്ടെ. വാദപ്രതിവാദം നടത്തിയ കൂട്ടരെ നമ്മള് ഇപ്പൊ മുജാഹിദ് പള്ളിയെ പോയൊക്കെ ഇങ്ങനെ കെട്ടി ഇങ്ങനെ അല്ലേ? എന്താ എത്ര ഒന്നുമില്ല, ഒന്നും വിഷയമല്ല. എന്ത് കൈകെട്ടൽ? ഇനി ജുമാ ഖുതുബ കണ്ടില്ലേ? ഇപ്പോഴത്തെ ജുമാ ഖുതുബന്റെ അവസ്ഥ എന്താണ്? എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, പെട്ടുപോകണ്ട. പള്ളിയിലേക്കെന്ന് പറഞ്ഞ് നിങ്ങളെ തെളിച്ചു കൊണ്ടുപോകാൻ വരും. പോകരുത് ഉമ്മ, പോകരുത്. അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. മുത്തുനബിന്റെ ഹദറത്തിലേക്ക് വന്നില്ലേ ഒരു ഉമ്മ? ആരാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ? നിങ്ങൾ ചിന്തിക്കണം. സയ്യിദത്തുന ഉമ്മു ഉമൈദിൻ അസ്സാഇബി റളിയല്ലാഹു അൻഹാ മുത്തുനബിന്റെ ഹദറത്തിലേക്ക് വന്നില്ലേ? എവിടെയാണ്? മദീനത്തെ പള്ളിയിലാണ്. എന്താ മദീനത്തെ പള്ളിയുടെ പ്രത്യേകത? കർണാടക പള്ളിയിൽ നമ്മൾ 2 റക്അത്ത് നിസ്കരിച്ചാൽ 2 റക്അത്തിന്റെ കൂലിയേ കിട്ടുള്ളൂ. കർണാടകയിൽ മാത്രമല്ല, കേരളത്തിലും തന്നെ. ലോകത്ത് 3 പള്ളികൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പള്ളികൾക്കും തുല്യ സ്ഥാനമാണുള്ളത്. എന്നാൽ മദീനത്തെ പള്ളിയിൽ പോയി, മക്കത്തെ പള്ളിയിൽ പോയി ഒരാൾ 2 റക്അത്ത് നിസ്കരിക്കുമ്പോഴോ സുബ്ഹാനല്ലാഹ്, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പതിമടങ്ങ് പ്രതിഫലം ലഭിക്കുകയാണ്. ആയിരക്കണക്കിന് പ്രതിഫലം ലഭിക്കുന്ന പള്ളിയല്ലേ മദീനത്തെ പള്ളി? ആരാണ് ഇവിടുത്തെ ഇമാം? അൽഹംദുലില്ലാഹ് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ. സഹാബത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാരാ? സഹാബത്ത് ഏറ്റവും മനസ്സിൽ കൊണ്ടു നടന്നതാരെയാണ്? അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ. ആ മുത്തുനബിയെ കാണുന്നത് പോലും അവർക്ക് താല്പര്യമല്ലേ? മുത്തുനബി ഒന്ന് കേൾക്കുന്നത് പോലും താല്പര്യമല്ലേ? കണ്ടില്ലേ മുത്തുനബി മദീനത്തേക്ക് വന്ന രംഗമൊക്കെ ചരിത്രത്തിന്റെ താളുകൾ രേഖപ്പെടുത്തുന്നില്ലേ? മദീനത്തേക്ക് റസൂലുള്ള വരുന്നെന്ന് കേട്ടപ്പോ 3 ദിവസമായി മദീനത്തെ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഉറക്കമില്ല. അവർ വരുന്നു, നേരം വെളുക്കുന്നു, മതിലിന്റെ മുകളിൽ കയറി നിൽക്കുന്നു, ഈ തെപ്പനമരത്തിന്റെ മുകളിൽ കയറി നിൽക്കുന്നു. എന്റെ കണ്ണുകൊണ്ടായിരിക്കണം ആദ്യമായിട്ട് മുത്തുനബിയെ കണ്ടത് എന്ന ചിന്തയോടുകൂടെ മദീന നിവാസികള് മദീനത്ത് കാത്തിരിക്കുമ്പോഴല്ലേ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ റസൂല് മദീനത്തേക്ക് കയറി ചെല്ലുന്നത്. സുബ്ഹാനല്ലാഹ്, മുത്തുനബിയെ കണ്ടപ്പോ മദീനത്തെ കുട്ടികളെന്തേ ചെയ്തത്? ദഫെടുത്തില്ലേ, മുട്ടിയില്ലേ, പാടിയില്ലേ? بدر علينا من ثنيات الوداع وجب شكر علينا نادى لله داعي يا نبي.
ഇത്ര ഭംഗിയായിട്ടാ മദീനത്തെ കുട്ടികൾ പാടിയത്. നമ്മുടെ കുട്ടികളും അങ്ങനെയല്ലേ പാടാറുള്ളത്? ഇതാ റബീഉൽ അവ്വൽ കടന്നു വരാൻ പോവുകയാണ്. അൽഹംദുലില്ലാഹ്, ഇപ്പോൾ തന്നെ കുട്ടികൾ ആനന്ദത്തിലാണ്. മിലാദുൽ മൈമൂനയുൻ കാമില ഖദ് ജാഫുൽ ഇസ്ലാമി ഇദന്നക്ബറാ. മുത്തനബിയുടെ ജന്മദിനമല്ലേ കടന്നു വരുന്നത്. കുട്ടികൾ പാട്ടെടുക്കാൻ താല്പര്യത്തോടെ കാത്തിരിക്കുകയാണ്. മുത്തനബിന്റെ പേരെന്ന് പറഞ്ഞ് ദഫ് വിട്ടാൻ കാത്തിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളും പാടാറുള്ളത് എന്താ? അശ്റഖൽ ബദറു അലൈനാ. മദീനത്തെ കുട്ടികളെന്തേ പാടിയത്? തല അൽ ബദറു അലൈനാ. രണ്ടിന്റെ അർത്ഥമെന്താ? 14 രാവിലെ ചന്ദ്രനെ പോലെ പ്രകാശമുള്ള പുണ്യ നബിയെ, അങ്ങ് ഞങ്ങളിലേക്ക് വന്നല്ല നബിയെ. എത്ര സന്തോഷത്തോടുകൂടിയാണ് ആ കുട്ടികൾ പാട്ടുപാടിയത്. ഇന്ന് ചില ആൾക്കാർ ഈ സഫറാകുമ്പോ ഇങ്ങനെ തുടങ്ങി നോട്ടീസ് ഒട്ടിക്കല്. എന്താ? നബിദിനാഘോഷം ബിദ്അത്ത്, നബിദിനാഘോഷം ശിർക്ക്, നബിദിനാഘോഷം കുഫർ, നബിദിനാഘോഷം പൈശാചികം. ഇനി ഡിക്ഷണറിയിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നബിദിനാഘോഷ. നോക്കണം അല്ലേ? തുടങ്ങും. നബിദിനാണ് കേൾക്കുമ്പോൾ ഒരു കളകല. ഹദീസിൽ കാണാ റന്ന ഇബ്ലീസു 4 വട്ടം പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഇബ്ലീസ് എത്ര വട്ടം പൊട്ടിക്കരഞ്ഞത്? 4 വട്ടം. ഒന്നപ്പോഴാ? ഒന്ന് ഹീന ലുഇന, ഇബ്ലീസിന് ശപിക്കപ്പെട്ടപ്പോ. 2 ഹീന ഉഖ്രിജ, സ്വർഗ്ഗത്തിന് പുറത്താക്കപ്പെട്ടപ്പോ. 3 ഹീന ഉൻസിലത് സൂറത്തുൽ ഫാത്തിഹ, അൽ ഫാത്തിഹ ഇറങ്ങിയപ്പോ. ചില ആളുകൾ കണ്ടിട്ടില്ലേ, നമ്മുടെ ഒരു മരണ വീട്ടിൽ പോയിട്ട് അതല്ലെങ്കിൽ പുതിയാപ്പിള ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാൾ ഗൾഫിലേക്ക് പോകുമ്പോ അവിടെ പോയിട്ട് അൽ ഫാത്തിഹ. അപ്പൊ നിങ്ങൾ ചില ആളുടെ മുഖത്ത് കൊണ്ടുപോകും, എന്താ പ്രശ്നം? സൂറത്തുൽ ഫാത്തിഹ. എന്ത് പറ്റിപ്പോയി ഇവർക്ക്? ഇവര് കളിയാക്കല്ലേ? സക്കരിയ സഹായി കളിയാക്കുന്നുണ്ട്. സുന്നികളെ കൊണ്ട് അടങ്ങാറായി എവിടെ നോക്കിയാൽ അൽഫാത്തിയാണ്. മരിച്ചെടുത്തുന്ന അൽഫാത്തിഹ, 3 അൽഫാത്തിഹ, 7 അൽഫാത്തിഹ, 11 അൽഫാത്തിഹ, 40 അൽഫാത്തിഹ, ആണ്ടിന് അൽഫാത്തിഹ, പിറക് കുറ്റിടിച്ച അൽഫാത്തിഹ, തറക്കല്ലിട്ട അൽഫാത്തിഹ, കട്ടില വെച്ച അൽഫാത്തിഹ, കയറിയിരുന്ന അൽഫാത്തിഹ, പുറത്തിറങ്ങുമ്പോ അൽഫാത്തിഹ, അജിന് പോകുമ്പോ അൽഫാത്തിഹ, വന്ന അൽഫാത്തിഹ. തിരിയാനും മറിയാനും സുന്നികൾ സമ്മതിക്കുന്ന ഫാത്തിഹ ഓതാണ്. എന്താ കുറ്റം? എന്താ നമ്മളെ കുറ്റം? എന്താ നമ്മുടെ പ്രശ്നം? നമ്മൾ ഫാത്തിഹ ഓതാണ്. കേട്ടോളൊരു മൗലവി പറയണത്. ഇത്ര സ്ഥലത്ത് അനങ്ങാനൊക്കെ മനുഷ്യന്മാരെ, ഒരാൾ ദുബായി പോവുകയാണെങ്കിൽ അമ്പെടുക്കും, അവരുടെ അൽഫാത്തിഹ. പലക്ക് കുറ്റിയടിക്കാം അൽഫാത്തിഹ, പലക്ക് കട്ടിലേക്കുമ്പോ അൽഫാത്തിഹ, പുതിയ പലക്ക് കൂടുമ്പോ അൽഫാത്തിഹ, അഞ്ചിലോകുമ്പോ അൽഫാത്തിഹ, പുതിയ ഇറങ്ങിയ അൽഫാത്തിഹ, പുതിയ ഇറങ്ങിയ അൽഫാത്തിഹ, അഞ്ചിലോകുമ്പോ അൽഫാത്തിഹ. തീരുവാനും മറിയാനായിട്ടില്ല. എന്താ കുറ്റം? എന്താ നമ്മളെ കുറ്റം? എന്താ? നമ്മൾ ഫാത്തിഹ ഓതാണ്. എന്നിട്ട് തെളിവെന്ന വിഷയം എന്താ? ഇതൊന്നും റസൂലുള്ളാഹിന്റെ കാലത്തില്ല. അതിനിടക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അവരുടെ കഠിനാധ്വാനത്തെക്കുറിച്ച്, അവരുടെ സേവനത്തെക്കുറിച്ച് അവരൊരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നല്ലൊരു സദസ്സിലാണ് നമ്മൾ വിശുദ്ധമായ മുഹറം മാസത്തിലാണ്. ഇൻഷാ അല്ലാഹ് നമുക്കിത് ദുആ ചെയ്തുകൊണ്ട് പിരിയണം. നല്ലൊരു സദസ്സാണ്. അതിനിടക്ക് ആരും പകരുത്. വളരെ പവിത്രതയുള്ളൊരു മാസം, എല്ലാ പുണ്യം നിറഞ്ഞൊരു മാസം. ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഫളായിലുകൾ പറയാം. സമയമുണ്ടെങ്കിൽ നമുക്കെല്ലാം ഒരുപാട് വിഷയങ്ങൾ പറയാനുള്ളതാണ് ഞാൻ കിടക്കാത്തത്. ഇങ്ങനെയുള്ളൊരു മാസത്തിൽ നമ്മളൊക്കെ പാടെ ദുആ ചെയ്യുമ്പോ ഇൻഷാ അല്ലാഹ് ഉത്തരം കിട്ടുന്നൊരു തർക്കല്ല. ഒരുപാട് പ്രയാസങ്ങൾ നമ്മളെ കൂടുതൽ പലർക്കുമുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നോട് ഒരാൾ സഹോദരൻ ഹാർട്ടിന് കംപ്ലൈന്റുള്ള സ്വന്തം ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒന്ന് ഉറക്കൻ ആമീൻ പറയും. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെയും അവരുടെയും എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ക്യാൻസർ കൊണ്ട് ഞങ്ങളെ നീ കഷ്ടപ്പെടുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ അറ്റാക്ക് കൊണ്ട് ഞങ്ങൾ നീ വേദനിപ്പിക്കല്ല റഹ്മാനെ. പല നിലക്കുള്ള ഒരുപാട് ആളുകൾ. എന്റെ ഒരു അമ്മാവൻ ഹാർട്ടിന് കംപ്ലൈന്റ് ആയിട്ട് നാളെ അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ നടക്കുകയാണ്. അല്ലാഹുവേ നീ പൂർണ്ണമായി ശിഫ നൽകണേ അല്ലാഹ്. പൂർണ്ണമായി ശിഫ നൽകണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ റഹ്മാനെ. എന്താണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? അല്ലാഹുവേ ഞങ്ങൾ എന്റെ പ്രിയപ്പെട്ട നല്ലൊരു മനസ്സോടെ വിശുദ്ധമായ മുഹറം മാസത്തിൽ ഞാനിതാ റബ്ബേ നിന്റെ ദീനിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ കുട്ടികളെ കയ്യിൽ നിന്റെ ദീന് സംരക്ഷിക്കാൻ വേണ്ടി പൂർവികരായ ആളുകൾ അവരെ ശരീരം കൊടുത്തു
കൊടുത്തിട്ടുണ്ടെങ്കിൽ അഷ്ടപ്പെട്ട് സമ്പത്ത് കൊടുക്കുന്നു. അല്ലാ, എന്തൊരു നല്ലൊരു നീയത്തോടുകൂടെ ഞാൻ ഈ കൊടുക്കുന്ന സമ്പത്തിന്റെ ബർക്കത്തോടെ ക്യാൻസർ ഉണ്ടാകല്ലേ റബ്ബേ, മാരകമായ രോഗം വരുത്തല്ലേ റബ്ബേ എന്ന് കരുതി ഒരു 100 രൂപ കൊടുക്കാൻ കഴിയുന്നവർ 100 തന്നെ കൊടുക്കുക. സാധാരണ ഒരു ബക്കറ്റ് വീടുമായി കാണരുത്. ഇതിന് വലിയൊരു ബാധ്യത വരും. നിങ്ങൾ കണ്ടില്ലേ, ഈ സ്ക്രീനും സംവിധാനത്തിനും വലിയൊരു സാമ്പത്തിക ബാധ്യത വരുന്നതുകൊണ്ട് ഒരു 100 കൊടുക്കാൻ കഴിയുന്നവർ അങ്ങനെ, 500 കൊടുക്കാൻ കഴിയുന്നവർ അങ്ങനെ, എത്രയാണോ കഴിയുന്നെങ്കിൽ. ഇനി അതൊന്നും ഞാൻ കൊടുത്തിട്ടില്ല, 10 കൊടുത്തില്ല, 10 കൊടുത്തോളൂ. നിങ്ങൾക്ക് 100 കഴിയുന്നത് 100 തന്നെ കൊടുക്കുക. ആരും ഇതിൽ മടി കാണിക്കരുത്. ഈ സദസ്സിന്റെ മഹത്വം മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് അവസാന സമയം നമുക്ക് കൂട്ടമായി ദുആ ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ആരൊക്കെ സദസ്സിലേക്ക് ഏതൊക്കെ നിലക്ക് സഹായിക്കുന്നുവോ റബ്ബേ, അവരുടെ നല്ല ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങളൊക്കെ അകറ്റണേ അല്ലാഹ്. രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാഹ്. കടങ്ങളൊക്കെ വീട്ടിക്കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇതിലേക്ക് ആരെന്ത് കൊടുത്താലും റബ്ബേ അവരൊന്നും ക്യാൻസർ രോഗികളാക്കില്ല അല്ലാഹ്. അല്ലാഹുവേ, അവരെ കഷ്ടപ്പെടുത്തില്ല റഹ്മാനെ, അവരെ പ്രയാസത്തിലാക്കില്ല അല്ലാഹ്, വിഷമത്തിലാക്കില്ലല്ലാ. എത്ര രൂപ കൊടുത്താലും റബ്ബേ നിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണല്ലല്ലാ. അതിന്റെ പ്രതിമർദ്ദങ്ങൾ കൊടുക്കണേ അല്ലാ, അതിന്റെ ഇരട്ടി കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞങ്ങളൊക്കെ കൊടുക്കണം. ഞാൻ അതിനൊക്കെ വയൽ പറഞ്ഞ് നമ്മൾ സമയം കളണ്ട കരുതിക്കൊണ്ടാണ് ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഇവര് പറയണ്ട റസൂലുള്ളാഹിന്റെ കാലത്ത് ഇങ്ങനെ നിബിധനുണ്ടായിട്ടുണ്ടോ, റസൂലുള്ളാഹിന്റെ കാലത്ത് ഇങ്ങനെ ഫാത്തിഹയ്ക്കുണ്ടായിട്ടുണ്ടോ? അപ്പൊ ഇവര് വിചാരം എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ചെയ്യാത്തതൊക്കെ ബിദ്അത്താണ്. ഞാൻ ചോദിക്കട്ടെ, ഇവരിന് ചെയ്യണക്ക് റസൂലുള്ളാഹിന്റെ കാലത്തല്ല? അങ്ങനെ ഒരു പൊതു തത്വം വരെ ഇല്ല. ഇസ്ലാമിന്റെ നിയമം എന്താ? അത്തറകുൽ ലൈസ ബിഹുജ്ജത്തിൻ ഫീ ശറഇനാ ലാ യഖ്തളീ മൻ അവല ഇജാബാ. ഒരു കാര്യം റസൂലുള്ള ചെയ്തില്ല എന്ന് കരുതി ആ കാര്യം തെറ്റാണെന്ന് വരികയില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കയ്യിലുള്ള വിശുദ്ധമായ ഖുർആൻ, റസൂലുള്ളാഹിന്റെ കാലത്ത് ഇങ്ങനെ ഒരു ഖുർആനുണ്ടോ? നമ്മുടെ കയ്യിലുള്ള ഖുർആനുണ്ടല്ലോ, അതുപോലെ ഖുർആൻ റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ? ഇല്ലല്ലോ. മുത്തുനബി വഫാത്തായതിന് ശേഷം സിദ്ദീഖ് തങ്ങൾ രാജ്യം ഭരിക്കുമ്പോഴല്ലേ ഒട്ടേറെ കാര്യങ്ങൾ മരണപ്പെടുകയാണ്, ഒട്ടേറെ ഹാഫിളുകൾ ഷഹീദാവുകയാണ്. അപ്പോഴല്ലേ ഉമർ റളിയല്ലാഹു അൻഹു വരുന്നു, സിദ്ദീഖ് തങ്ങളോട് പറയുന്നു, സിദ്ദീഖ് അമീറുൽ മുഅ്മിനീൻ, ഇതാ ഒട്ടേറെ ഹാഫിളീങ്ങൾ കാര്യങ്ങൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഖുർആൻ ക്രോഡീകരിച്ചിട്ടില്ല എങ്കിൽ, ഖുർആൻ ഈ കാണുന്ന രൂപത്തിലാക്കിയിട്ടില്ല എങ്കിൽ ഖുർആൻ കിട്ടാത്തൊരവസ്ഥ വന്നുപോകും. സിദ്ദീഖ്, മഹാനായ സിദ്ദീഖ് തങ്ങളോട് പറയുമ്പോ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, കൈഫ നഫ്അലു ശൈഅൻ ലം യഫ്അൽഹു റസൂലുള്ളാഹ്. മുത്തുനബി അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, എങ്ങനെയാ നമ്മൾ ചെയ്യുക? അല്ലാഹു റസൂൽ ഖുർആൻ ക്രോഡീകരിച്ചിട്ടില്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് ഇങ്ങനെ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ക്രോഡീകരിക്കപ്പെട്ടൊരു ഗ്രന്ഥമേ ഇല്ല. റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്തൊക്കെ തെറ്റാണെന്ന് പറഞ്ഞാൽ ഖുർആനെ കുറിച്ചും പറയേണ്ടി വരില്ലേ? സിദ്ദീഖ് തങ്ങൾ ഉമറുള്ളാഹിനോട് ചോദിക്കണം, ഉമറേ എങ്ങനെയാണ് ഖുർആൻ ക്രോഡീകരിക്കുക? ഉമറുള്ളാഹിന്റെ മറുപടി, സിദ്ദീഖേ ശരിയാണ്, റസൂലുള്ള ചെയ്തിട്ടില്ല എന്നത് ശരിയാണ്, പക്ഷേ വല്ലാഹി ഹാദാ ഖൈറാ. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇത് ഖൈറാണ് സിദ്ദീഖ്, ഇത് ഖൈറാണ് സിദ്ദീഖ്. മാസാല യുകബിറു ദാലിക ഹത്താ ശറഅ അല്ലാഹു സദരി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട തോയനായ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, ഉമർ റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, സിദ്ദീഖേ ഖൈറാണ്, സിദ്ദീഖേ ഖൈറാണ്. മുത്തുനബി ക്രോഡീകരിച്ചിട്ടില്ലെങ്കിൽ സിദ്ദീഖേ ഖുർആൻ ക്രോഡീകരണ ഖൈറാണെന്ന് പറഞ്ഞപ്പോ എനിക്കും അത് ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് ഖുർആൻ ക്രോഡീകരിക്കുന്നത്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഹാഫിള് ദുനിയ ഹാഫിള് ഇബ്നുൽ ഇസ്ലാനി റഹ്മഹുല്ലാഹ് തന്റെ ഫത്ഹുൽ ബാരിൽ രേഖപ്പെടുത്തുന്നുണ്ട്, വഖദ് ഫഹിമ ഉമർ റളിയല്ലാഹു അന്ന തർക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമ്മൽ ഖുർആൻ ലാ ദലാലത ഫീഹി അലൽ മൻഇ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കി, എന്താ? റസൂലുള്ള ചെയ്തില്ല എന്ന് കരുതി ആ കാര്യം ഹറാമാണെന്ന് പറയാൻ പറ്റില്ല, തെറ്റാണെന്ന് പറയാൻ പറ്റില്ല എന്നൊരാശയം ഉമറുള്ളാഹിനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് റസൂലുള്ള ചെയ്യാത്തൊരു കാര്യം ചെയ്യാൻ പറഞ്ഞത്.
അപ്പൊ റസൂലുള്ള ചെയ്യാത്തൊക്കെ ഷിർക്കാണെന്ന് പറഞ്ഞാൽ ഖുർആൻ മാറ്റിവെക്കേണ്ടി വരും. ഞാൻ ചോദിക്കട്ടെ, ഇനി ഇവർ ചെയ്യണൊക്കെ റസൂലുള്ളാഹിന്റെ കാലത്തുള്ളതാ? ഞാൻ ചോദിക്കാം, ഇവരുടെ ഈ അടുത്തൊരു പെരുന്നാൾ ഇവർ ആഘോഷിച്ചു. എങ്ങനെ പെരുന്നാൾ ആഘോഷിച്ച്? ബലൂണ് പൊട്ടിച്ചിട്ട്. സലഫികളെ പെരുന്നാൾ ആഘോഷിക്കുക ബലൂണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് എത്ര ബലൂണ് പൊട്ടിച്ചത്? നബി ബലൂൺ പൊട്ടിച്ചിട്ടുണ്ടോ? അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബലൂൺ പൊട്ടിച്ചിട്ടുണ്ടോ? അത് പിന്നെ മോളൊക്കെ ഉണ്ടാവുള്ളൂ. ഇവര് പെരുന്നാൾ ആഘോഷിക്കുകയാണ്. കാണൂ രംഗം, നിങ്ങളെ രംഗം കാണും. പോട്ടെ 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 മൂന്ന് പോട്ടെ നോട്ട് എന്ത് നബിദിനമായാൽ നമ്മളെ കുട്ടികളൊക്കെ അൽഹംദുലില്ലാഹ് വിശുദ്ധ ഖുർആൻ മത്സരം നടത്തുന്നു. മുത്തിന്റെ പേരിലെ മധുകീർത്തന മത്സരം നടത്തുമ്പോ ശിർക്കാണ്, കുഫറാണ്. ഇവരോ ബലൂൺ പൊട്ടിക്കൽ. നോട്ട് ഏത് ബലൂൺ പൊട്ടിക്കൽ. അള്ളാൻ റസൂൽ എത്ര ബലൂണ് പൊട്ടിച്ചിട്ടുള്ളത് ഒന്ന് പറയട്ടത്. അവരെ താടി വെച്ച സാധനങ്ങൾ നിങ്ങൾ പറയട്ടെ. സുധീർ പിടിച്ചു നേരെ പിടിച്ചിട്ട് അപ്പൊ ഇവർക്ക് എന്തും ആവാം. ഇവർക്ക് ബലൂണ് പൊട്ടിക്കാം, എന്തും ആവാം. റസൂലുള്ളാഹിന്റെ കാലത്തുള്ളതും ചോദ്യമില്ല. ഇനി ഒരു പാട്ട് പാടിയിട്ടില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോ അവിടുത്തെ മധു കീർത്തനം ആലപിക്കുമ്പോ കളിയാക്കുന്ന സലഫികളല്ലേ ഇവർ? റസൂലുള്ളാഹിന്റെ പേരിലെ ബുർദ ചൊല്ലുമ്പോ കളിയാക്കിയില്ലേ ഇവർ? എത്രയാണ് ഇവർ കളിയാക്കിയത്? എന്തൊക്കെയാണ് ഇവർ പറഞ്ഞു നടന്നത്? എത്ര രൂക്ഷമായിട്ടാ പ്രതികരിച്ചുമ്മമാരെ ഗൗരവത്തോടെ ചിന്തിച്ചോ, പെട്ടുപോകണ്ട. പ്രിയപ്പെട്ട ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ അവിടുത്തെ മധു പാടിയപ്പോഴല്ലേ? അതാണല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടെന്ന വിഷയം. മദീനത്തേക്ക് ചെന്നപ്പോ, മദീനത്ത് കുട്ടികൾ നബിയെ കണ്ടപ്പോ, പാട്ടുപാടിയപ്പോ പ്രിയപ്പെട്ട ഹബീബന്റെ പറഞ്ഞത് പാടണ്ട, എന്റെ മധു പാടണ്ടെന്ന് പറഞ്ഞു. ഇല്ലല്ലോ. എന്തേ ചെയ്തത്? സുബ്ഹാനല്ലാഹ്, മധു പാടുന്ന കുട്ടികളടുത്തേക്ക് പിടിച്ചിട്ട് ആ കുട്ടികളോട് ചോദിച്ചു, കുട്ടികളെ ഹൽ തുഹിബ്ബൂനനി, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോ കുട്ടികളെ? ഏത് കുട്ടികളോടാ ചോദിക്കുന്നു? ദഫ്മുട്ടുന്ന പാട്ടുപാടുന്ന നബിയുടെ മധു പാടുന്ന കുട്ടികളോട്. ആ കുട്ടികൾ പറഞ്ഞു, നബിയേ ഉണ്ടല്ലോ, നബിയേ ഉണ്ടല്ലോ. വല്ലാഹി ഇന്നാ നുഹിബ്ബുക യാ റസൂലല്ലാഹ്. അത് നബിയേ, അത് നബിയേ, അങ്ങയെ ഞങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അപ്പൊ എന്തേ മുത്തുനബി പറഞ്ഞത്? മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ പാട്ടുപാടലല്ല, ദഫ്മുട്ടലല്ല. നിർത്തൂ ദഫ്മുട്ടൽ, പാട്ടുപാടല്ല അവസാനിപ്പിക്കൂ. പറഞ്ഞില്ല. ദഫ്മുട്ട് കുട്ടികളെ, പാട്ടുപാടുന്ന കുട്ടികളെ അടുത്തേക്ക് പിടിക്കുകയാണ് ഹബീബ്, കൂട്ടിപ്പിടിക്കുകയാണ് ഹബീബ്. എന്നിട്ട് ആ കുട്ടികളോട് പറഞ്ഞു, കുട്ടികളെ വല്ലാഹി ഇന്നി ഉഹിബ്ബുക, വല്ലാഹി ഇന്നി ഉഹിബ്ബുക, വല്ലാഹി ഇന്നി ഉഹിബ്ബുക ഖാലഹാ സലാസ മർറാത്ത്. 3 പ്രാവശ്യം മുത്തുനബി പറഞ്ഞു, കുട്ടികളെ നിങ്ങളെനിക്കിഷ്ടമാ, നിങ്ങളെനിക്കിഷ്ടമാ, നിങ്ങളെനിക്കിഷ്ടമാ. അള്ളയാണ് സാക്ഷി. വല്ലാഹി വല്ലാഹി വല്ലാഹ്. ആരെ? ദഫ്മുട്ടുന്ന കുട്ടികളെ, പാട്ടുപാടുന്ന കുട്ടികളെ, നബിയുടെ മധു പാടിയ കുട്ടികളെ. ഇവർ പറയുന്നു അങ്ങനെ പാടാൻ പറ്റൂല. ബുർദനൊക്കെ കളിയാക്കാനുള്ള ഒരു ആവേശം തറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുള്ള മദ്ഹ് പാടുന്നതിനെ കളിയാക്കാൻ മത്സരിക്കുകയാണ് പറഞ്ഞത്. വേറെന്താ? മുത്തുനബിയോടുള്ള അവരുടെ മഹബത്തിന്റെ ലൂക്കാണ്. കണ്ടോളൂ നിങ്ങൾ. ഒരു മൗലവി കളിയാക്കുന്ന രംഗം നിങ്ങൾ കണ്ടോളൂ. അത് ഏത് സ്റ്റൈലാ കിട്ടുക? ആ സ്റ്റൈലിൽ ഏത് സ്റ്റൈലിലെ കളിയാക്കാൻ പറ്റുക? ആ സ്റ്റൈലൊക്കെ കളിയാക്കണുണ്ടോളി. അടുത്ത സ്റ്റൈല് ഉപ്പമാരെ ശ്രദ്ധിച്ചു കേൾക്കൂ. എന്താണ് പറയുന്ന ശൈലി? ഇത് മങ്കൂസ് മൗലൂദല്ലല്ലോ. റസൂലുള്ളാഹിന്റെ പേരിലെ സലാത്തിനെയാണ് കളിയാക്കുന്നത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്.
കേൾക്കുന്നില്ലേ ഉപ്പമാരെ ഉമ്മമാരെ? പെട്ടുപോകണ്ട, ആക്കിപത്ത് മോശമായി പോകുന്നതാണ്. പറട്ടെ. അറബി ഭാഷയെ ഏറപ്പാക്കുന്ന വഷളാക്കുന്ന നടുറോട്ടിലിട്ട് കൊഞ്ഞനം കാട്ടുന്ന മുസ്ലിയാരുട്ടികളുടെയും മഹല്ല് കാരണവന്മാരുടെയും സ്വലാത്ത് കേറിന്നിട്ട് മൗലായ സല്ലീവ സായി മനാബ് ഇനി സലാം പറഞ്ഞത് കേട്ടോളി. സലാം പറഞ്ഞ കളിയാക്കണം. നബിക്ക് സലാങ്ങളുണ്ടോ? എനിക്ക് സലാങ്ങളുണ്ട്. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക. നബിയെ നിങ്ങൾക്ക് നബിനെ വിളിച്ച് പറയാം. ഇങ്ങനെ മോമനിക്ക് സലാമുണ്ടോ? നിങ്ങൾക്കില്ലാലോ. ഞാൻ ബിച്ചമ്മനെ കണ്ടപ്പോ ബിച്ചമ്മോ സലാം അലൈക്കും, പാലത്തെ സലാം അലൈക്കും. എന്താ പറയും? മൂപ്പന്റെ പീസൂരി അടിച്ചുപോയി. സലാം പറഞ്ഞവരൊക്കെ പീസൂരി അടിച്ചുപോയി. കാരണം സുഖല്ല, മാനസിക രോഗികളാണ് നമ്മളെ കുറിച്ച് പറയുന്നത്. എന്തൊരു വാക്കുകളാണ് ഈ കേൾക്കുന്നത്! സുബ്ഹാനല്ലാഹ്. മുത്തുനബിന്റെ പേരിൽ എത്ര പദ്യങ്ങളാ ആലപിക്കപ്പെട്ടത്. റസൂലുള്ളാഹിന്റെ ഹദറത്തിനല്ലേ ഹസ്സാൻ ഇബ്നു സാബിത്ത് പാടിപ്പോയത്. പാടിയപ്പോഴല്ലേ റസൂലുള്ള പറഞ്ഞത് അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദ്സ്, അല്ലാഹുവേ ഹസ്സാനെ നീ ശക്തിപ്പെടുത്തണേ അല്ലാഹ്. എന്നിട്ട് അവര് വരെ പാട്ട് പാടാൻ പാടില്ല. ഏത് പാട്ട്? റസൂലുള്ളാഹിനെ കുറിച്ച് പാടാൻ പാടില്ല. ഇവർക്കെന്തും പാടാം, അതിന് കുഴപ്പമില്ല. ഇവർക്ക് ഏത് പാട്ടും പാടാം, എന്തോ ആവാം, ഒരു കുഴപ്പമില്ല. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്കാര് ഓരോ ഇതിലൊക്കെ എതിർക്കുന്ന ആൾക്കാരാണല്ലോ. അവര് ഈ അടുത്തൊരു വനിതാ സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിൽ എന്തുണ്ടായിരുന്നു? ഫുള്ള് പാട്ടാണ്, ഒരു കുഴപ്പമില്ല, അവർക്ക് പാടാം. ആരാ പാടുന്നത്? നമ്മളെ സ്റ്റേജിൽ ആരാ പാടുക? സ്റ്റേജിൽ നമ്മളാരെ കൊണ്ട് ആൺകുട്ടികളെ കൊടുത്തിട്ട് അവരാണ് പാടുന്നത്. പരസ്യമായിട്ട് ഇപ്പൊ ആണുങ്ങളെ മുന്നിൽ പെണ്ണുങ്ങൾ നമ്മൾ കൊണ്ടുവരാറില്ല. ഇവരോ പെൺകുട്ടികളാണ് നിർത്തിയിട്ട്, നമ്മളെ കുട്ടികള് ആൺകുട്ടികൾ കയറിയിട്ട് നമ്മുടെ നബി അവർ ആരാണ്? മുത്ത് മുഹമ്മദ് നബിയാണ്, ഉമ്മ ആമിന ബീവിയാണ്, ഉപ്പ അബ്ദുള്ളയുമാണ്. നബിയെക്കുറിച്ച് പഠിക്കാനുള്ള പാട്ടങ്ങ് പാടുമ്പോഴേക്ക് ശിർക്കാണ്. എന്നാലോ ഇവർക്ക് എന്തോ ആവാം, ഒരു കുഴപ്പമില്ല. ഏത് പാട്ട് പാടിയാലും ഇവർക്കൊരു പ്രശ്നമില്ല. എന്തൊക്കെ പാട്ടുകളാ സുബ്ഹാന ജല്ല ജലാലുഹു. ഇവരെ സമ്മേളന നഗരിയിൽ ഇപ്പോൾ നടക്കുന്ന പാട്ടുകൾ, പല പാട്ടുകൾ ജമാഅത്തിന്റെ ആയാലും മുജാഹിദിന്റെ ആയാലും സലഫികളുടെ സമ്മേളനത്തിലൊക്കെ നടക്കുന്ന പല തരത്തിലുള്ള പാട്ടുകൾ, ഒരു കുഴപ്പമില്ല. കണ്ടെത്താൻ സമ്മേളനം നടന്നപ്പോ ഞാനതിനെ മറുപടിക്ക് പോയപ്പോ അവരെ സീഡ് പരിശോധിച്ചപ്പോ അവിടെ പാട്ടെന്താ അറിയോ? തവളനെ കുറിച്ച പാട്ട്. ആഴമേറും കിണറുന്നിൽ മത്സ്യങ്ങളായിരം. 2 മണിക്കൂർ പാട്ട്. എന്താ വിഷയം? കിണറ്റിലെ മീനും കിണറ്റിലെ തവളയും. നമ്മള് മുത്തുനബിയും മദീനയും മക്കയും പറഞ്ഞ അള്ളാഹ് ശിർക്ക്, ഇവര് തവളയും മീനും പറഞ്ഞാലോ അള്ളാഹ് തൗഹീദ്. കൂട്ടർ, ഈ തൗഹീദ് നമുക്ക് വേണോ വേണ്ടേ? നിങ്ങൾ ആലോചിക്കും, ഇത് വേണോ വേണ്ടേ? ഹബീബായ നബി തങ്ങളുടെ പേരിലൊന്ന് പാടുമ്പോഴേക്ക് അതിനെ കളിയാക്കുന്ന ആളുകൾ പാടുന്ന ചില പാട്ടൊന്ന് കേൾക്കും നിങ്ങൾ. പഠിച്ചോ ഒരു 3 പ്രാവശ്യം പാടിയ പാടുവോ? പാടും 3 പ്രാവശ്യം പാടുവോ? പാട്ട് മാത്രം ഒന്ന് പഠിച്ചു അല്ലേ? സലഫികളെ നേതാവ് കുട്ടികൾക്ക് പാട്ട് പഠിപ്പിച്ചു കൊടുക്കുക. എന്താ പാട്ട് കിട്ടുള്ളൂ കേട്ടോ. ആയമേറും കിണറുന്നിൽ മത്സ്യങ്ങളായിരം, ആഹ്ലാദത്തോടെ നീന്തി ആഘോഷ ജീവിതം. ഉഷായിട്ട് പാടിക്കട്ടെ. എന്ത്? ആഴമേറും കിണറുന്നിൽ മത്സ്യങ്ങളായിരം. ഉഷാറായിട്ട് പാടൂ. നമ്മുടെ നബി അവർ ആരാൻ? വളരെ ശിർക്കാണ്. കിണറോ ഉഷാറായി പാടൂ, തൗഹീദാണ്. പാവം കുട്ടികൾക്ക് അറിയില്ലല്ലോ, കുട്ടികളേറ്റ് പാടി പാടത്തെ. മത്സ്യങ്ങളായിരം ആഹ്ലാദത്തോടെ നീന്തി ആഘോഷ ജീവിതം. വീട്ടിൽ തിരിച്ചെത്തിയിട്ട് എന്റെ ബാലവേദിന്റെ
പരിപാടിക്ക് പോയിട്ട് ഒരു പാട്ട് പഠിച്ചു നിങ്ങൾ പറയും കേട്ടോ. എന്താ കിട്ടിയത്? മുജാഹിദിന്റെ സമ്മേളനത്തിന് പോയിട്ട് സലഫിക സമ്മേളനത്തിലൂടെ എന്താ കിട്ടി വെച്ചാൽ ഉമ്മാനോട് പറയാൻ ഒരു പാട്ട് കിട്ടി. പൊന്നുമോനെ ഒന്ന് പാടോ. ആയമീറും കിണേറുന്നിൽ മത്സ്യങ്ങളായിരം. മോനെ ഇതിനാ നീ പോയത്? ഇതന്നെയാണ് ഉമ്മ ഒന്നുകൂടി കേട്ടോളൂ. ആയമീറും കിണേറുന്നിൽ മത്സ്യങ്ങളായിരം. നമ്മുടെ പരിപാടിക്ക് പോയാലോ ഒരു കുട്ടി തിരിച്ചു വരും മുമ്പിലേക്ക്, മോനെ എന്താ കിട്ടിയത്? നമ്മുടെ നബിയവർ ആരാണ്? മുത്ത് മുഹമ്മദ് നബിയാണ്, ഉമ്മ ആമിന ബീവിയാണ്, ഉപ്പ അബ്ദുള്ളയുമാണ്. നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ട് മദീനത്ത്. നബിയെ നാം സ്നേഹിക്കണം. കുട്ടികളെ പാടി പറഞ്ഞൊപ്പിക്കൂലേ? എന്തൊക്കെ പഠിച്ചൊരു കുട്ടി. എന്തിനാണ് ഉപ്പമാരെ ഉമ്മമാരെ ഇതിന്റെ പിന്നാലെ നമ്മളെ കുട്ടികളെ പറഞ്ഞയക്കുന്നത്? മദീനത്തെ കുട്ടികൾ കണ്ടില്ലേ, ദഫുമുട്ടിയില്ലേ, പാട്ടുപാടിയില്ലേ? റസൂലുള്ളാഹിനെ കണ്ടപ്പോ ആ കുട്ടികൾ ആനന്ദ തുല്യരായില്ലേ? അവർ മുത്തുനബി എത്രത്തോളം സ്നേഹിച്ചു പോയി. അവിടുത്തെ വേർപ്പവർക്ക് ബറക്കത്താണ്, അവിടുത്തെ തുപ്പുനീര് ബറക്കത്താണ്. ഇതൊക്കെ നമ്മൾ സംവാദത്തിന് ചോദിച്ചു മുണ്ടാൻ കഴിഞ്ഞവർക്ക് സാന്ദർഭികമായിട്ട് ഞാൻ നിർത്തുന്നു. ആവള പേരാമ്പ്ര സംവാദത്തിന് CD ഇവിടെ ലഭ്യമാണ്. നിങ്ങളൊക്കെ ഒരു കോപ്പി കൈപ്പറ്റുന്നല്ല, വളരെ കുറഞ്ഞ കോപ്പി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൂ. താല്പര്യമുള്ളവർ ഓരോ കോപ്പികൾ വാങ്ങി ഞങ്ങളത് ഒഴിഞ്ഞിരുന്ന് കാണണം. സലഫിസത്തിന്റെ അപജയം ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന 4.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന DVD ആണ്. 2 DVD ഉണ്ട്. അത് നിങ്ങൾ വാങ്ങണം, അത് കേൾക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് സഹാബത്ത് നബി എത്രത്തോളം സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണ് സഹാബി വനിതയായ ഉമൈദുൻ സാഇദി തങ്ങൾ മദീനത്തേക്ക് വരികയാണ്. മദീനത്തെ പള്ളിയിൽ വന്നിട്ട് നബിയോട് ചോദിക്കുന്നു, നബിയേ ഇന്നി ഉഹിബ്ബു സ്വലാത്ത മഅക യാ റസൂലല്ലാഹ്. നബിയേ മദീനത്തെ പള്ളിയിൽ അങ്ങയോടുകൂടെ നിസ്കരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് നബിയേ. ഏത് പള്ളിയാ? മദീനത്തെ പള്ളിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, കർണാടകയിലെ പള്ളിയല്ലല്ലോ, കേരളത്തിലെ പള്ളിയല്ലല്ലോ, ഇന്ത്യയിലെ മറ്റു പള്ളികളല്ലല്ലോ, ഒട്ടേറെ പ്രതിഫലം കിട്ടുന്ന പള്ളിയല്ലേ. ആ പള്ളിയിലൊന്ന് പുണ്യനബിന്റെ കൂടെ ഒന്ന് നിസ്കരിക്കാനുള്ള താല്പര്യത്തോടുകൂടെ ഉമൈദുൻ സാഇദിന് ചോദിക്കുമ്പോ എന്തേ മുത്തുനബി മറുപടി കൊടുത്തത്? വാ മോളെ കയറുവാ, ഇവിടെ കയറി നിസ്കരിച്ച പെണ്ണേ പറഞ്ഞില്ല. എന്തേ മുത്തുനബി എങ്ങനെ പറഞ്ഞില്ല? എന്തേ റസൂലുള്ളാഹി പറഞ്ഞത്? ആ പെണ്ണോട് പറഞ്ഞു, മോളെ ഖദ് അലിംതു അന്നകി തുഹിബ്ബീന സ്വലാത്ത മഅി. മോളെ നിന്റെ വരവ് കണ്ടപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു പെണ്ണേ, നിനക്ക് എന്റെ കൂടെ നിസ്കരിക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ മോളെ എന്റെ കൂടെ നിസ്കരിക്കാനുള്ള താല്പര്യത്തോടുകൂടെ വന്നവളാണെങ്കിൽ പോലെ നിനക്ക് ഈ പള്ളി നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യം മോളെ നിന്റെ വീടിന്റെ ഉള്ളാണ്. തിരിച്ചുപോ പെണ്ണേ. റസൂലുള്ളാഹി മടക്കി അയക്കുന്നു ഏത് പെണ്ണിനെ? മദീനത്തെ പള്ളി നിസ്കരിക്കാമെന്ന പെണ്ണിനെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന വല്ല സലഫി സഹോദരങ്ങളുണ്ടെങ്കിൽ ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, എന്തിനാണ് മുത്തുനബി മടക്കിവിട്ട പെണ്ണിനെ വാ പെണ്ണേ പള്ളിയിലേക്കെന്ന് പറഞ്ഞ് എന്തിനാണ് സഹോദര തിരിച്ചു വിളിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വേണ്ട വേണ്ട, വരണ്ട മോളെ വരണ്ട, നീ തിരിച്ചുപോ, വീട്ടിൽ പോയി നിസ്കരിച്ചോ. ഈ മദീനത്തെ പള്ളി നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യം മോളെ നിന്റെ വീടിന്റെ ഉള്ളാണെന്ന് പറയുമ്പോ ആ പെണ്ണതാ തിരിച്ചു പോകുന്നു. സുബ്ഹാനല്ലാഹ്, രേഖപ്പെടുത്തുകയാണ്, പെണ്ണ് വീടിന്റെ ഉള്ളിൽ നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ടാക്കി പിന്നീട് ആ പെണ്ണ് പുറത്തിറങ്ങിയിട്ടില്ല. ഈ ലോകത്തോട് വിട പറയുന്നത് വരെ മരിക്കുന്നവരെ പള്ളിയിലേക്ക് പോയിട്ടില്ല. എന്തിനാണ് ഉമ്മമാരെ, എന്തിനാണ് എത്തുമാരെ മുത്തുനബി മടക്കിവിട്ട പെണ്ണിനെ നമ്മൾ എന്തിനാ തിരിച്ചു വിളിക്കുന്നത്? അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ആ പേരും പറഞ്ഞിട്ട് ജുമാക്ക് പോകണ്ട. പിന്നെ ഒരു ജുമാന്റെ അവസ്ഥ എന്താ? ഇപ്പത്തെ ജുമായുടെ അവസ്ഥ എന്താ? ഖത്തീബുമാരിങ്ങനെ വാരി വിരിഞ്ഞ് കയറി വരും. സക്കരിയ സലാക്കി വരിക, വല്ല തല്ലാൻ വരുന്നവരെ പോലെ ഖത്തീബുമാർ പള്ളിക്ക് ജുമാക്ക് വരല്ലേ? ടൈറ്റ് പാന്റും ഇൻസൈഡും ചെയ്ത് ഒരു ടൈയും കെട്ടി ഓടി വന്ന് തെങ്ങുമ്പോ കയറുമ്പോ ഒരൊറ്റ കയറാ.
വിവരമുണ്ടോ? വിവരമില്ലാത്ത സാധനങ്ങളെപ്പത്ത് ഖുത്ബ ഓതുന്ന ആൾക്കാരൊക്കെ ഞാൻ പറയല്ല, പറയാൻ നല്ല സക്കരിയ സലാഹി തന്നെയാണ്. സലാഹി തന്നെ കാര്യം പറയട്ടെ. പക്ഷെ ഉറങ്ങാനായിട്ട് ചാരിയിരിക്കുന്ന ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പറഞ്ഞാണ്. അത് മാത്രമല്ല, ഖുത്ബകളൊക്കെ ഒരു ചടങ്ങായി മാറിയില്ലേ. ഇപ്പൊ എന്താ നമ്മളെ പള്ളിയിൽ നടക്കുന്നത്? അറിവുള്ളവരൊക്കെ ഖുത്ബിനെ നിരത്തിയിട്ട് ചെക്കന്മാരെ കഴിക്കാം. ജാമ്യയിൽ വരെ ചെക്കന്മാരെ കഴിക്കാം. ഏ ജാമ്യ? ഇവരെ ജാമ്യ നദവിയ എന്ന് പറയുന്ന ഇവരെ സ്ഥാപനമുണ്ട് എടവണ്ണയിൽ. അവിടുത്തെ കുട്ടികളെ കൊടുത്തിട്ടാണ് ഖുത്ബ ഓതിക്കുന്നത്. എന്നിട്ടോ പറയട്ടെ. എന്നിട്ട് എന്തെല്ലോ വിളിച്ചു പറയാ. ആളുകൾ ചോദിക്കുക, മുജാഹിദുകൾ അല്ലാത്ത ആളുകൾ ചോദിക്കുക, മിമ്പർക്കും കുത്തുബക്കൊക്കെ ഒരു ബലിന്നലി ഞങ്ങളൊക്കെ കൽപ്പിക്കുന്നുണ്ട്. അത് നിങ്ങളിപ്പോ തീരെ ഇല്ലാണ്ടാക്കിയോ? ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. ഞങ്ങളിത് പണ്ടേ ചോദിക്കാൻ തുടങ്ങി, ഇപ്പോഴൊന്നല്ല. പറയട്ടെ. ഒരുക്കം വരുന്നുണ്ടവരെ തെങ്ങുമ കയറാൻ വരുന്ന വയ്യ. ആര്? ഖത്തീബ് വരുന്നത് എങ്ങനെ തെങ്ങുമ കയറാൻ വരുമ്പോൾ വരികയാണെന്ന് അതൊന്ന് കളിപ്പിച്ചേ. തീരെ ഇല്ലാണ്ടാക്കിയോ? ഒരുക്കം വരുന്നുണ്ടവരെ തെങ്ങുമ കയറാൻ വരുന്ന വയ്യ. പാന്റൊക്കെ ഇൻഷാർട്ടാക്കി തിരികി ബെൽറ്റും ബെൽറ്റൊക്കെ കെട്ടിയാൽ അവർക്കൊക്കെ പ്രൊജക്ട് ചെയ്തിട്ട് നിവർമ്മ കളി കയറുക. മനസ്സിലായില്ലേ? അതൊക്കെ മനസ്സിലായി. ഇനി കേട്ടോ, ഇതാ പുതിയ ലക്കം ഇവർ അൽ-ഇസ്ലാഹ് മാസിക. ഇതിലും തുറന്ന് എന്ന് കേട്ടോളും നിങ്ങൾ. പവിത്രമായ മസ്ജിദ് മിമ്പറുകളും തരംതാണ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യപ്പെടുന്നു. ഇപ്പോ സലഫികൾ 8 ഗ്രൂപ്പായപ്പോ ഒരു ഗ്രൂപ്പ് മറു ഗ്രൂപ്പിനെ കുറിച്ച് എന്താ പറയണത്? ആ ഗ്രൂപ്പ് പിഴച്ചവരാണ്, അവർ മുശ്രിക്കാണ്, കാഫിറാണ്. സക്കീറ സലാഹി പറയുന്നത് കേട്ടിട്ടുള്ളൂ. സക്കീറ സലാഹി പ്രസംഗിച്ചെന്താ? എന്നെ കുറിച്ച് പോലും ഇപ്പൊ മുശ്രിക്കാന്ന് പറയാൻ തുടങ്ങി. സലഫികൾ പരസ്പരം എന്താ പണി? അങ്ങോട്ടും ഇങ്ങോട്ടും ശിർക്കാരോപിക്കാൻ, കുഫറാരോപിക്കാൻ. കേട്ടോളൂ. വെള്ളിയാഴ്ച 2 ഖുത്ബകൾ മിക്കവാറും അടുത്ത ഒരാഴ്ചക്കുള്ളിൽ നടക്കുന്ന സംഘടനാ പരിപാടികളുടെയും പൊതുപ്രസംഗങ്ങളുടെയും വിശദവിവരങ്ങളും അവിടങ്ങളിൽ പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കുന്നതിന്റെ ആവശ്യകതയും സംഘടനാ മെമ്പർഷിപ്പുകളുടെ പ്രാധാന്യങ്ങളെക്കുറിച്ച് വിളംബര വേദിയായി അധപ്പതിച്ചിരിക്കുന്നു. സലഫികളിലെ ഖുത്ബക്ക് എന്താ ചർച്ചപ്പോ? അടുത്ത വെള്ളിയാഴ്ച പുളിക്കരങ്ങാടിയിൽ ഒരു സമ്മേളനമുണ്ട്, സലഫികൾ എല്ലാവരും വരണം. മംഗലാപുരത്ത് മറ്റൊരു സമ്മേളനം, അവിടെയും പങ്കെടുക്കണം. ഖുത്ബയാണ്, മാസികയാണ്. കേട്ടോളൂ നിങ്ങള്. എന്താ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോളൂ. കുറച്ചൊക്കെ മാന്യന്മാരെ ഖത്തീബാണെങ്കിൽ ഒരു ഖുത്ബി പറയില്ല. പിന്നെന്താ? ഇമാം സലാം വീട്ടിന്റെ താമസമേ ഉള്ളൂ. ഉടനെ തുടങ്ങി നോട്ടീസ് വായനയും അനൗൺസ്മെന്റും. നമസ്കാര ശേഷം അള്ളാഹു റസൂൽ പഠിപ്പിച്ച എത്ര ദിക്റുകളുണ്ട്, അത് ചെല്ലാൻ ഇവർക്ക് നേരമുണ്ടോ? ആർക്ക്? മുജാഹിദിന്റെ നേതാക്കന്മാർക്ക്, സലഫികളുടെ നേതാക്കന്മാർക്ക് നിസ്കാര ദിക്റൊന്നുമില്ല, അനൗൺസ്മെന്റ് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് ഇവർ പറയുന്നത്? പള്ളി മിമ്പറുകളും മേറാബുകളും ഏറെ പവിത്ര സ്ഥാനങ്ങളാണ്. പക്ഷേ ഇതൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെ പുസ്തകം? അവരുടെ പുസ്തകത്തിൽ പറയുന്നു. എന്തിനാണ് ആ ഖുത്ബക്ക് നമ്മൾ പോകുന്നത്? എന്തിനാണ് എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ഉമ്മമാരെ, രക്ഷിതാക്കളെ പെട്ടുപോകരുത്, ആ ഖുത്ബയിൽ പെട്ടുപോകരുത്. നമ്മൾ ആക്ടിബത്ത് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ പ്രസ്ഥാനങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയങ്ങളൊന്നും പെട്ടുപോകരുത്. ജമാഅത്ത് ഇസ്ലാമി അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നലകളിൽ പറഞ്ഞതെല്ലാം അവർ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇന്നലകൾ ജമാഅത്ത് ഇസ്ലാമി എന്തായിരുന്നോ സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞത്? സുബ്ഹാനല്ലാഹ്, അതൊക്കെ ഇന്ന് ജമാഅത്ത് ഇസ്ലാമി തിരിപ്പിക്കണമെന്നില്ലേ? അവർക്കൊന്നും പറയാണ്ടോ? അവരെന്താ ഒരു കാലത്ത് പറഞ്ഞത്? രാഷ്ട്രീയം ഹറാമാണ്, അല്ലേ? ഇന്ത്യ ഗവൺമെന്റിനെ അനുസരിക്കൽ ഹറാമാണ്, നിഷിദ്ധമാണ്. അത് കുറച്ച് പറയാൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു. വീണ്ടും അതിൽ മറ്റിലേക്ക് തിരിച്ചു വരാം. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ വന്നപ്പോൾ അവർ പറഞ്ഞുകൊണ്ടാ ഇന്ത്യൻ ഗവൺമെന്റിനെ അനുസരിക്കുന്നതും വോട്ട് ചെയ്യുന്നതും എന്തിനേറെ ഗവൺമെന്റ് സ്കൂളിൽ പോയി പഠിക്കുന്നത് പോലും ശിർക്കാ. ഗവൺമെന്റ് സ്കൂളിൽ പോയിട്ട് കുട്ടിയെ ചേർത്ത അവനെ മുശ്രിക്കായി, കാപ്പി മുശ്രിക്കായി, കുട്ടി മുശ്രിക്കായി. എത്രത്തോളം? വോട്ട് സ്ഥാനാർത്ഥിയെ നിർത്താൽ മുശ്രിക്ക്, വോട്ട് ചെയ്താൽ കാഫിർ. ഒരു കാലത്ത് ഒരു പ്രസംഗിച്ചു. അതിന് കാരണം പറഞ്ഞെന്താ? ഇവർ പറഞ്ഞെന്താ? ഇസ്ലാമിൽ അങ്ങനെ നിയമമല്ല. പള്ളിയിൽ ഖത്തീബും ഇമാം ആരാണോ അതന്നെ ആയിരിക്കണം നമ്മുടെ രാഷ്ട്രീയ രംഗത്തുള്ള ഇമാമും ഖത്തീബും. അല്ലാതെ രാഷ്ട്രീയ രംഗത്തൊരു നേതൃത്വവും പള്ളിയിൽ വേറെ നേതൃത്വം, അങ്ങനെ 2 നേതൃത്വം പാടില്ല. മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിനെ നിർത്തേ പറ്റുള്ളൂ. ആന്റണിയെ സ്വീകരിക്കാൻ പാടില്ല, സോണിയാഗാന്ധിയെ സ്വീകരിക്കാൻ പാടില്ല, കരുണാകരനെ സ്വീകരിക്കാൻ പാടില്ല, ഒരാളെ അമുസ്ലിമീങ്ങളെ സ്വീകരിക്കാൻ പാടില്ല. ഒരാളത്തെ പ്രസംഗിച്ചില്ലേ പറഞ്ഞു? കേൾക്കൂ നിങ്ങൾ, അത് പറയട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ഇതിന്റെ തെളിവുകൾ വേണ്ടേ? റസൂൽ ചെയ്ത് കാണിച്ച, നിങ്ങൾ ഖുർആൻ പറഞ്ഞു തന്ന ഒരു കാര്യമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ? അപ്പൊ നമ്മൾ അങ്ങനെ ഖുർആനിലൊന്നും കാണുന്നില്ല.
പിന്നെ മതത്തിന് വേണ്ടിയിട്ട് ഒരു സംഘടന, രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഒരു സംഘടന എന്നൊരു വ്യവസ്ഥ ഖുർആനിൽ കാണുന്നില്ല. എന്നതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും കാണുന്നില്ല. റസൂലെ അബൂബക്കറിനെയും ഉമറിനെയും ഒക്കെ കൊണ്ട് പിന്നെ പള്ളിയിൽ നമസ്കരിക്കുന്നു. അങ്ങനെ പള്ളിയിൽ നിന്ന് സലാം വീടി ഇറങ്ങിയ ഉടനെ അബൂബക്കറും ഉമറും ഒക്കെ, അബൂബക്കർ അബൂജഹലിന്റെ കൂടെ സിന്ദാബാദ് വിളിച്ചിട്ട്, ഉമർ ബിൻ ഖത്താബ് അബൂ സുഫിയാന്റെ കൂടെ സിന്ദാബാദ് വിളിച്ചിട്ട്, അങ്ങനെ മുസ്ലിങ്ങളെ നിസ്കരിക്കാൻ റസൂലിന് പിന്നാലെ വരുന്നുണ്ട്. പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ അവരൊക്കെ പല പല പിന്നെ ആളുകൾക്കും പല പല ജാഹിലിയത്തുകൾക്കും പോയിട്ട് സിന്ദാബാദ് വിളിക്കുന്നു. ഇതൊരു സൗകര്യമുള്ള ഏർപ്പാടാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇസ്ലാമിൽ അതിനൊരു തെളിവ് കിട്ടണ്ടേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ അതിന് ഒരു തെളിവ് കിട്ടണ്ടേ? അങ്ങനെ ഒരു തെളിവ് കിട്ടുന്നില്ല. തെളിവ് കിട്ടുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഇസ്ലാം അത് ദീനിലും ദുനിയാവിലും ഒരേ ഇസ്ലാമാണ്. ദുനിയാവും ആഖിറത്തുമുള്ള ഒരു ഇസ്ലാമാണ്. രാഷ്ട്രീയവും പിന്നെ മതവുമുള്ള ഒരു ഇസ്ലാമാണ്. ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞെന്താ? പള്ളിയിലെ ഇമാം ആരാണോ അതന്നെ രാഷ്ട്രീയത്തുള്ള ഇമാമായിരിക്കണം. അല്ലാതെ കരുണാകരന്റെ പിന്നാലെ പോകാൻ പാടില്ല, ആന്റണിയുടെ പിന്നാലെ പോകാൻ പാടില്ല, സോണിയാഗാന്ധിന്റെ അങ്ങനത്തെ പേര് തന്നെ പറയുന്നുണ്ട്. ഞാൻ സമയത്തൊന്ന് കൽപ്പിക്കുക, സോണിയാഗാന്ധി അവരുടെ പിന്നാലെ ഒന്നും പോകാൻ പാടില്ല. കാരണം റസൂലുള്ളാഹിന്റെ കാലത്ത് അങ്ങനെ രീതിയില്ല. ഇത് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമി ഇപ്പൊ എവിടെ എത്തി? ഇപ്പൊ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചില്ലേ? ഇപ്പൊ അവരുടെ നേതാവാരാ? പള്ളിക്ക് ആരാളോ ഇമാമ് അവരെ പിന്നാലെ സിന്ദാബാദ് വിളിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമി ഇപ്പൊ ആരെ പിന്നാലെ സിന്ദാബാദ് വിളിക്കുന്നത്? ഇക്കടുത്ത് കേരളത്തിലെ നടത്തൊരു പ്രകടനം കണ്ടോളൂ. ആര് പിന്നാലെ? മേധാപ്പെടുക്കന്റെ പിന്നാലെ. മേധാപ്പെടുക്കർ ഏത് പള്ളിക്കത്തെ ഇമാമ? പള്ളിയിലെ ഇമാമ ആരാണോ അവരുടെ പിന്നാലെ സിന്ദാബാദ് വിളിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ നേതാവായിട്ട് കാണുന്ന മേധാപ്പെടുക്കറയാണ്. കേട്ടോളൂ. പ്രവർത്തകന്മാരൊക്കെ മേധാപ്പെടുക്കർജിയുടെ ബർക്കത്തിട്ടാൻ വേണ്ടി തട്ടിമുട്ടി തീർന്നു പോകുന്നു. ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. ഇപ്പൊ രാഷ്ട്രീയം അവർ പറയുന്നു നിർബന്ധ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന. രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ അന്നത്തെ കേരളത്തിന്റെ ജമാഅത്ത് അറിയോ, എല്ലാ ഹറാമും എക്കാലത്തും ഹറാമായിക്കൊള്ളുന്നില്ല. ചില ഹറാമക്കിടക്ക് ഹലാലാകുന്നു. പോകണ്ട, ഒന്ന് രണ്ടെണ്ണം കൂടി. നിങ്ങളൊക്കെ നേരത്തെ വന്നവരാണ്, സമയമേറെ വൈകിട്ടുണ്ടാകും. നീട്ടിക്കൊണ്ടുവന്ന് ഉചിതമല്ലെന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഞാൻ എത്രയും പറയാൻ തയ്യാറാണ്. പക്ഷെ സമയം ഒരുപാട് സഹോദരിമാരൊക്കെ ദൂരദിക്കളിൽ നിന്നൊക്കെ വന്നവരുണ്ടെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അതിനിടക്ക് സംശയം ചോദിക്കാൻ അവരാർക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞാൽ അതിനവർക്ക് അവസരം കൊടുക്കും. സലഫികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കാണ് അവസരം. സലഫികൾ മൗദൂദികൾ അവരുണ്ടെങ്കിൽ അവർക്ക് വരാം, അവർക്ക് ചോദിക്കാം. നമ്മുടെ പ്രവർത്തകന്മാർക്ക് സംശയം ഉണ്ടെങ്കിൽ ഉസ്താദുമാർ എപ്പോഴും ഉണ്ടാകും, പള്ളിയിലുണ്ടാകും, അവിടെ പോയി കാണാം. അവർക്കിപ്പോൾ ഇവിടെ സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. സലഫികൾ മൗദൂദികൾ പ്രിയപ്പെട്ടവരെ, മുത്തനബി വഫാത്തായിട്ട് എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാ റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക് ചെല്ലുന്നാര്? അഹ്മദുൽ കബീർ ദിഫായി തങ്ങളാ. പോയില്ലേ റസൂലുള്ളാഹിന്റെ ഖബറിലേക്ക്? റസൂലുള്ളാഹിന്റെ ഖബറിൽ ചെന്നിട്ട് അഹ്മദുൽ കബീർ തങ്ങൾ കരഞ്ഞുകൊണ്ട് പാടിയല്ലേ നബിയേ, യാ റസൂലുള്ളാഹ് മുത്തുനബിയേ, ഫീ ഹാലത്തുൽ ബദർ കുന്തു റസൂലുഹാ തുഖബിലുൽ അർളാൻ നീ വഹിയ നൈബതി. മുത്തുനബിയേ, ബഗ്ദാദിൽ അങ്ങക്ക് ഞാൻ സലാം ചൊല്ലാറുണ്ട്, സലാം പറഞ്ഞേക്കാറുണ്ട് നബിയേ. പക്ഷേ ഇപ്പോൾ ഇതാ എന്റെ ജസദോടുകൂടെ മദീനത്തേക്ക് ഞാൻ വന്നിരിക്കുന്നു നബിയേ. എന്റെ ആത്മാവല്ല, ജസദമുണ്ട് നബിയേ. ഇമാം സയ്യൂത്തി റഹ്മത്തുള്ളാഹ് തന്റെ അൽ-ഹാദിയിൽ സംഭവം രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. ഇമാം മുഹമ്മദ് അൽ കബീർ ദിഫായി തങ്ങൾ നബിയോട് കരയുകയാണ്. എപ്പോഴാണ് കരയുന്നതെന്നല്ലേ? അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ്. ഒരു വർഷമല്ല, 2 വർഷമല്ല, 10 അല്ല, 100 കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അഹ്മദുൽ കബീർ തങ്ങൾ ചൊല്ലുന്നത്, മുത്തുനബിയോട് സങ്കടം പറയുന്നത്. എന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയേ ആ കയ്യൊന്ന് പുറത്തേക്ക് തരുമോ?
കബറിൽ കിടക്കുന്ന നബിയോട് പറയുന്ന നബിയെ ആ കൈയൊന്ന് പുറത്തേക്കിട്ട് വരുമോ? സുബ്ഹാനല്ലാഹ്, പറയേണ്ട താമസം കൈ പുറത്തേക്ക് വരികയാണ്. അഹമ്മദുൽ കബീർ തങ്ങള് ആ കയ്യതാ തുരുതുരാ മുറ്റുകയാണ്, ചിന്തിക്കുകയാണ്. കയ്യതാ പിന്നീട് ഉള്ളിലേക്ക് ഉൾവലിഞ്ഞു പോകുന്നു. എന്തേ മനസ്സിലാക്കേണ്ടത്? അവിടുന്ന് വഫാത്തായാൽ ഇന്നും ജീർണിച്ചിട്ടില്ല, ഒന്നും പറ്റിയിട്ടില്ല. അല്ലാഹുവേ, മദീനത്തേക്ക് ചെല്ലാൻ ഈ സാധുക്കൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ, ഭാഗ്യം നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ, നമ്മുടെ മനസ്സിലെപ്പോഴും കൊണ്ടു നടക്കുന്നല്ലേ ആ മദീനത്തെ പള്ളിയെന്ന് കാണാ കൊതിക്കാത്തവരുണ്ടോ? ആ റൗളയെന്ന് കാണാൻ ആഗ്രഹിക്കാത്തവരുണ്ടോ? ഹജ്ജിന് പോയവർക്കറിയില്ലേ, മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോകുമ്പോ ദൂരെ നിൽക്കുന്ന മദീന പള്ളി കാണുമ്പോ, മദീന പള്ളിയുടെ സുന്ദരമായ മിനാരങ്ങൾക്കിടയിലൂടെ ആ പച്ചക്കുബ്ബ കാണുമ്പോ അറിയാതെ ഹാജിമാര് കരഞ്ഞു പോകുന്നല്ലോ. ഒരുപാട് കാലമായി എന്റെ മനസ്സ് കൊതിച്ചുപോയി റബ്ബേ. ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ അല്ലാഹുവേ, ആ കുബ്ബ കാണുമ്പോ ഒന്ന് നേരിട്ട് കാണാൻ കൊതിച്ചവനാണല്ലോ ഞാൻ, കാണാൻ കഴിഞ്ഞില്ലല്ലോ. ഹാജിമാര് വാവിട്ട് കരഞ്ഞു പോകാറുണ്ട്. ആ പച്ചക്കുബ്ബ കാണുമ്പോ ഏതൊരു മുഅ്മിനിന്റെയും മനസ്സ് പൊട്ടിപ്പോകാറുണ്ട്. കരയാത്തവരുണ്ടോ? കൊതിക്കാത്തവരുണ്ടോ? പലപ്പോഴും മദീനത്തേക്ക് ചെല്ലുമ്പോ ഹജ്മാര് കരയുന്ന രംഗം കണ്ടുപോയിട്ടുണ്ട്. ആ കുബ്ബയുടെ സമീപത്ത് പോയിട്ട് വാവിട്ട് കരയുന്ന രംഗം കണ്ടുപോയിട്ടുണ്ട്. പക്ഷേ എന്റെ ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, മുത്തുനബിയെ സ്നേഹിക്കുന്നവരെ, ഞാൻ സ്നേഹത്തോടെ കാര്യം നിർത്തട്ടെ. ആ കുബ്ബയെക്കുറിച്ച് സലഫി പണ്ഡിതന് പ്രസംഗിച്ചെന്തെന്നറിയുമോ? ആ കുബ്ബ തച്ച് തകർക്കേണ്ട കുബ്ബയാണ്. അതല്ല, എന്താണ് ഈ കേൾക്കുന്നത്? എന്താണ് ഈ പറയുന്നത്? സമസ്തന്റെ ഏതെങ്കിലും മദ്രസ തകർക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷമിക്കാമായിരുന്നു, നമുക്ക് ഉൾക്കൊള്ളാമായിരുന്നു, നമുക്ക് സഹിക്കാമായിരുന്നു. പക്ഷേ അതല്ലല്ലോ പറയുന്നത്. മുത്തുനബിയുടെ ഖബറിന്റെ മുകളിൽ കാണുന്ന കുബ്ബയില്ലേ, ആ പച്ചക്കുബ്ബ പച്ച തകർക്കേണ്ട കുബ്ബയാണ്, അത് തരിപ്പണമാക്കേണ്ട കുബ്ബയാണ്, അത് തകർത്ത് കളയേണ്ട കുബ്ബയാണ്. ഇത് പറയുമ്പോ ആളുകൾ ചോദിച്ചുപോയി, എന്തേ പിന്നെ നിങ്ങൾ തകർക്കാത്തത്? ഉടൻ തന്നെ മറുപടി എന്താ സലഫി പണ്ഡിതന്റെ മറുപടി എന്താ? ഞങ്ങൾ തകർക്കാതിരിക്കാൻ കാരണം സൗദിയുടെ അധികാരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, KNM കിട്ടിയിട്ടില്ല, കേരള നദുവത്തുൽ മുജാഹിദിന് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്കെങ്ങാനും സൗദിയുടെ അധികാരം കിട്ടിയാൽ, മക്കയുടെ അധികാരം കിട്ടിയാൽ, മദീനയുടെ അധികാരം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ നടപ്പിലാക്കുന്ന സേവനം എന്താ? മദീനയിൽ നിന്ന് മക്കയിലേക്ക് നല്ലൊരു റോഡുണ്ടാക്കുമെന്നല്ല, ഒരു റെയിൽവേ സംവിധാനം ഒരുക്കുമെന്നല്ല, ആളുകൾക്ക് സൗകര്യപ്രദമായ സംവിധാനം ഒരുക്കുമെന്നുമല്ല. മറിച്ചെന്താ സലഫി പണ്ഡിതൻ പറയുമെന്നറിയുമോ? ഞങ്ങൾക്ക് KNM-നെങ്ങാന് മദീനയുടെ അധികാരം കിട്ടിയോ? സുബ്ഹാനല്ലാഹ്, മഅദല്ലാഹ്. ഒരു സലഫി പണ്ഡിതന്റെ നാവിലൂടെ വരുന്ന വാക്ക് കേട്ട് ഞങ്ങൾ ആ കുബ്ബ തച്ചു തകർക്കുന്നത് കേൾക്കൂ മുഅ്മിനീങ്ങളെ. ഞങ്ങൾ എന്താ തകർക്കാത്തത്? സൗദികളെ ഒരുപാട് ജാറങ്ങൾ തകർത്ത് നിങ്ങൾ ആര് സമയത്ത് പറഞ്ഞുകൊള്ളും. എന്താണ് ആ കുബ്ബ തകർക്കാത്തത്? എടോ, സൗദിയിലെ ഭരണം ഞങ്ങൾക്കൊന്നല്ലോ. ഞങ്ങൾക്ക് തകർക്കാൻ KNM-ന് ഭരണം കിട്ടിയാലല്ലേ ഞങ്ങൾക്ക് തകർക്കാൻ കഴിയുള്ളൂ. KNM-ന് ഭരണം കിട്ടിയാൽ പിറ്റേന്ന് ഞങ്ങളെ കുബ്ബ തകർക്കും. KNM-ന് ഭരണം കിട്ടിയാൽ ഉമ്മമാരെ ശ്രദ്ധിച്ചോ, പല CD-യുമായി നിങ്ങളെ സമീപിച്ചേക്കാ, അരി കൊണ്ടുവന്ന് വീട്ടിലേക്ക് തന്നേക്കാ, ഇറച്ചി കൊണ്ടുവന്ന് തന്നേക്കാ. ഉമ്മ പെട്ടുപോകണ്ട. ഉപ്പമാരെ ഏട്ടം കിട്ടിയാൽ പിറ്റേ ദിവസം നടപ്പിലാക്കുന്ന സംവിധാനം എന്താ? റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മുകളിലെ കുബ്ബ തച്ച് തകർക്കലാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, എങ്കിൽ പിന്നെന്ത്? നിങ്ങൾക്ക് സൗദിയിൽ സ്വാധീനമുണ്ടല്ലോ, ആ സ്വാധീനം ഉപയോഗിച്ച് തകർത്തുകൂടെ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മറുപടി കേട്ടോ, ഞങ്ങളങ്ങനെ തകർക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ സൗജന്യം ബസിന്റെ മുന്നിൽ പോയിക്കൊണ്ട്, കോൺസുലേറ്റിന്റെ മുന്നിൽ പോയിക്കൊണ്ട് ഖുറാഫികൾ നെഞ്ചത്തെടുപ്പിച്ചാകുന്നതാണ്.
വാക്കാണ് ഈ പറയുന്നത്. മുഅ്മിനീങ്ങളെ കുറിച്ചല്ലേ പറയുന്നത്. കേൾക്കൂത്തുമാരേ, സൗദി എംബസിയുടെ മുമ്പിൽ പോയിട്ട് കോൺസുലേറ്റ് മുമ്പിൽ പോയിട്ട് കുറെ ഖുറാഫികൾ നെഞ്ഞത്തടിച്ച് ചാവും. നിർമ്മിച്ചു അങ്ങനെ കുറെ എണ്ണം ചത്തുപോണ്ടാണ് വിചാരിച്ചിട്ട് സൗദി ഗവൺമെന്റ് അവിടെ നിലനിർത്തിയിരിക്കുന്നു. കുറെ എണ്ണം ചത്തുപോണ്ടാണ് വിചാരിച്ചിട്ട് സുബ്ഹാനല്ലാഹ്, എന്തൊരു വാക്കാണ്, എന്തൊരു പ്രയോഗമാണ് നടത്തുന്നത്. ഉപ്പുമാരെ പെട്ടുപോകണ്ട, എല്ലാവരും എണീറ്റിന് 3 സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. നല്ലൊരു സദസ്സാണ്, വിശുദ്ധമായ മുഹറം മാസമാണ്, ധാരാളം പവിത്രതയുള്ളൊരു മാസമാണ്, ഒട്ടേറെ പ്രവാചകന്മാരുടെ പ്രതിസന്ധി ഘട്ടങ്ങൾക്ക് പരിഹാരമായ മാസമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സൗഭാഗ്യം നൽകിയൊരു മാസമാണ്. ദുആ ചെയ്യാതെ ഒരാളും പോകരുത്. 3 സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ